ഇത് എല്ലായിടത്തും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ റിലീജിയൻസിലും ഉണ്ട്. സംഭവങ്ങളാണ്. അതെ അതെ. നമ്മളൊരു മതത്തിൽ കയറി കൈവയ്ക്കുമ്പോൾ ഉള്ളൂ. സാധ്യതയെ അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വിവാദം കൂടെ ഇതിനകത്ത്. അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട് ഒരു സിനിമകളിൽ. എന്തായാലും ഒരു വിവാദം ഉണ്ടാവും. അപ്പൊ ആന്റി ക്രൈസ്റ്റ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാ ജാതിയിലും മുസ്ലിംസിലാണെങ്കിലും ഹിന്ദുസിലാണെങ്കിലും ക്രിസ്ത്യൻസിലാണെങ്കിലും ഇങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ. പരസ്യ ജീവിതം ഉണ്ട് ക്രൈസ്റ്റിന്. അപ്പൊ ആ പരസ്യ ജീവിതം ഇതാണ് പുള്ളിയുടെ. അല്ല, ബേസിക്കലി വിവരമില്ലാത്ത ആൾക്കാരാണ് ഇങ്ങരുടെ കൂടെ നടന്നു എന്നാണ് അന്നത്തെ കാലത്ത് വിശ്വസിക്കുന്നത്. ഞാൻ ഒരിക്കലും ഈശ്വര വിശ്വാസമല്ല. എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറയുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ സമൂഹം അയാളെ കണ്ടിരുന്നത് ഒരു ക്രൈസ്റ്റിനെ കണ്ടിരുന്നത് ഒരു ഇപ്പം ബിഷപ്പുമാരൊക്കെ ഇറങ്ങുമോ? ക്രിസ്ത്യാനിറ്റി വേറെ ക്രൈസ്റ്റ് വേറെ. അപ്പൊ അവർക്ക് പറയണമെന്നുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. സഭയിൽ നിന്ന് പുറത്താവും, അത്രേ ഉള്ളൂ. യേശുവും ശിഷ്യന്മാരുടെയും കാര്യം പറഞ്ഞപ്പം അതിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പണ്ട് ക്രൈസ്റ്റ് വന്നപ്പോഴും ആളുകൾ അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത്. അത് മണ്ടത്തരമായിരുന്നു എന്നാണ് പറഞ്ഞത്. മണ്ടത്തരം എന്നുള്ള വാക്ക് ഭയങ്കര ചെറുതായി. ഞാൻ ബേസിക്കലി ഇപ്പൊ പള്ളി പോകാറില്ല ആക്ച്വലി. അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ പോയി നമ്മള് കുർബാന കൈക്കൊള്ളാൻ പറ്റുമോ? പക്ഷെ അപ്പം നമുക്ക് അറിയില്ലല്ലോ ഇത് ഇത്രയും പ്രശ്നമുണ്ടെന്ന് അറിയത്തില്ലല്ലോ. ഈശോ എന്ന് പേരിട്ടപ്പോ തന്നെ അത് ശരിയാ. കുരിശി തെറിച്ച് കൊല്ലേണ്ടി വരുന്ന ഒരു സമൂഹം എതിരായതുകൊണ്ടാണ്. നമ്മുടെ സിസ്റ്റത്തിന് ശരിയല്ല. അയാൾക്ക് കുറെ പേര് പോകുന്നു. അയാൾ പറഞ്ഞത് ഭയങ്കര ഇതാണ്. ചിലരുടെ വിശ്വാസമാണ്, പിന്നെ സേഫ്റ്റി ആണെന്നൊരു ഫീലിംഗ് ആണ് അവർക്ക്. പക്ഷെ ആ കാര്യങ്ങൾക്ക് ചങ്കൂറ്റത്തോട് പറയണമെങ്കിൽ നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. ഇവിടെ തുടങ്ങണ ആകെ പ്രശ്നമാണ്. രണ്ടുപേരും ഒരുമിച്ച് കാണിച്ചത് നിന്റെ അടുത്തേക്കാട്ടോ. ജീവിതത്തിൽ ഇപ്പൊ സമയം എത്രയായി? 11:48. ഇന്ന് വരെ ഈ സമയം നേരം വെളുക്കാത്ത ഒരാളാണ്. ഇന്ന് എങ്ങനെ നേരം വെളുത്തു? ഇന്ന് കഷ്ടപ്പെട്ട് കൂട്ടുകാരൻ പ്രൊഡ്യൂസർ ഫ്രെഡി എന്നെ രാവിലെ 2 വിട്ട് 7:30 വിട്ട് എഴുന്നേൽപ്പിച്ച. പക്ഷെ എന്നാലും എനിക്ക് എഴുന്നേറ്റ് വന്നപ്പോൾ ഈ സമയമായി. അതുകൊണ്ടാണ് ഞാൻ വൈകിയത്. വെളിച്ചം കണ്ടില്ലേ? വെളിച്ചം കണ്ട്. ഈ സമയം പാലാരിട്ട് എങ്ങനെ ഇരിക്കണം ഇപ്പോഴാണ് കാണുന്നത്. പക്ഷേ ഈ സിനിമ ഇറങ്ങിക്കുമ്പോൾ കുറച്ച് വെളിച്ചം കാണേണ്ടി വരും. അല്ല, അതങ്ങനെ രാവിലെ മറ്റേ ഫസ്റ്റ് ഷോയ്ക്ക് പോകണം ഉൾപ്പെടെ ഈ സ്ലീപ്പിംഗ് ടൈം മാറിയേക്കണോണ്ട് ആലോചിക്കണതാണ് ഞാൻ. അപ്പം അതുകൊണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ ടെൻഷനിലാണ്. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞത് വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഇത് വലിയ ചർച്ചയിലേക്കൊരു വാതാനം തുറക്കപ്പെടുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, ആൻ്റപ്പൻ്റെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും പേരുകൊണ്ടാണെങ്കിലും. എന്താണ് ഇത്തരം സബ്ജക്റ്റ് എടുക്കാനുള്ള ഒരു കാരണം? താങ്കൾ ചെയ്തു വെച്ചിരുന്ന സിനിമകളൊക്കെ പെമ്പിളോരുമയാണ് ഞാൻ കണ്ട സിനിമ, അങ്ങനത്തെ കുറേ സിനിമകളുണ്ട്. പക്ഷേ ഈ സിനിമ എടുക്കാനുള്ള കാരണം എന്താണ്? ബേസിക്കലി എനിക്ക് നമ്മൾ ബൈബിൾ റിലേറ്റഡ് ഒരു പടം ചെയ്യണമെന്ന് അത് ഞാൻ പണ്ട് പറയുന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഫോട്ടോ വെച്ചിലെ ആൾക്കാർ മാർട്ടിൻ എന്നാണ് പേരെങ്കിൽ മാട്ടി എന്ന് വിളിക്കും. ഇപ്പോൾ ഫ്രാങ്ക്ലിൻ എന്നാണെങ്കിൽ പ്രാഞ്ചി എന്ന് വിളിക്കും. അങ്ങനെ ആൻ്റണി എന്നാണെങ്കിൽ ആൾക്കാർ ആൻറ്റി എന്ന് വിളിക്കും. അങ്ങനെയാണ് ഫോട്ടോ വെച്ച് പട്ടാഞ്ചേരി ഭാഗത്ത്. അപ്പോൾ ഞാൻ വിളിച്ച ഒരാൾക്ക് പെട്ടെന്ന് തോന്നുകയാണ് അയാൾ ക്രൈസ്റ്റ് ആണെന്ന്. അപ്പോൾ അയാളുടെ പേര് ആൻ്റണി എന്നാണ്. അപ്പോൾ അയാളെ ആൻറ്റി എന്നേ വിളിക്കുള്ളൂ. അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആൻറ്റി ക്രൈസ്റ്റ് എന്നാണ് നമ്മൾ ആദ്യം പേരിട്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഐഡിയ തോന്നി. പിന്നെ അത് ഞാൻ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴേക്കും എനിക്ക് കുറച്ച് ബൈബിൾ സ്റ്റഡിയും കാര്യങ്ങളും, അപ്പോൾ അതും ഇപ്പം നടക്കുന്ന റിയൽ കാര്യങ്ങൾ തമ്മിലുള്ളൊരു വ്യത്യാസം കാണിക്കാൻ വേണ്ടി ഒരു ഐഡിയ വന്നതാണ്. അപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് ക്രൈസ്റ്റാന്ന് തോന്നുന്നു, അയാൾക്ക് കുറച്ച് ശിഷ്യന്മാരെ വേണം. അതിന് ഫണ്ണി ആയിട്ട് നമ്മൾ പറഞ്ഞത് മാത്രം. പക്ഷേ ബേസിക് ഐഡിയ ഒരു സ്പിരിച്വൽ കോമഡി ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഫണ്ണിയായിട്ട് ചെയ്തെങ്കിൽ ഇവിടെ നിന്നും സെൻസർ പോലും കിട്ടിയില്ല. ഇല്ല, അത് ബേസിക്കലി ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ ഭയങ്കര നെയ്വായിട്ടുള്ള ഇതായിട്ട് കൊണ്ടായിരിക്കും. നമ്മൾ അങ്ങനെ നമ്മൾ സെൻസർ ബോർഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എല്ലാ നമുക്ക് ചെറിയ സാധനം പോലും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 1.5 മണിക്കൂർ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു പടം. അപ്പോൾ സിനിമ റിലീസായിട്ട് കാര്യമില്ല. അപ്പം ഞാനത് ടെൻഷനായി പോയി. നമ്മൾ മറ്റേ റിസൾട്ട് സ്കൂളിൽ ഒരു ഹെഡ് മാസ്റ്റർ വിളിക്കണമെന്നാണ് അവർ ചുറ്റും നിന്ന് വർത്തമാനം പറഞ്ഞത്. എനിക്കാണെങ്കിൽ അങ്ങനത്തെ കണ്ടെനിക്ക് പേടി. ഞാൻ ടെൻഷനായി പോയി. അങ്ങനെ ഒരു 1/2 മണിക്കൂർ കൊന്ന്. അപ്പം ഞാൻ എത്ര പറഞ്ഞിട്ട് അവർ സമ്മതിക്കില്ല. പിന്നെ പറഞ്ഞ് ഡൽഹിക്ക് ഇടാൻ പറഞ്ഞു, ബോംബെക്ക്. അങ്ങനെ ബോംബെയിൽ ഇട്ടിട്ടു. പിന്നെ ഒരു 6-7 മാസം ബോംബെ കിട്ടുന്നില്ല, നമുക്ക് പരിചയമില്ലല്ലോ, അവിടെ വിളിക്കാനും പറ്റത്തില്ല. ആരെ വിളിക്കണമെന്ന് അതുകൊണ്ട് മാത്രമല്ല ബോംബെയിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത് നമുക്ക് സെൻസറിൻ്റെ അവിടെ ആൾ വിളിക്കണ്ടേ, വിളിച്ചാലൊക്കെ കിട്ടുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്ര വിളിച്ചിട്ട് കിട്ടണം. അങ്ങനെ ഒരു ദിവസം വിളിച്ചു. അങ്ങനെ പെട്ടെന്ന് പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെയും അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല. പക്ഷെ സംസാരിച്ച് നമ്മൾ എടുക്കുമായിരുന്നു.
പക്ഷെ അവിടെ കട്ടിങ് ഒന്നും വന്നിട്ടില്ല. അവിടെ ഭാഗ്യത്തിന് നമുക്ക് ഒരു കട്ട് വിത്തൗട്ട് കട്ട് UA, വിത്ത് കട്ട് A. അപ്പോൾ ഞാൻ പറഞ്ഞു വിത്തൗട്ട് കട്ട് A, വിത്ത് കട്ട് UA. അപ്പോൾ എന്ത് വേണം പെട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കട്ട്സും വേണ്ട, A ഓക്കെ എന്ന് പറഞ്ഞു. A എന്ന് പറഞ്ഞാൽ അത് വേറെ അഡൽട്ട് കണ്ടന്റ് ഒന്നും ഇല്ല, പക്ഷേ റിലീജിയസ് സബ്ജക്റ്റ് ആയതുകൊണ്ട് അവർ നമുക്ക് ഏതരായിരുന്നു. അല്ല, ഇങ്ങനെ സബ്ജക്റ്റ് എടുക്കുമ്പോഴേ ഒരു ഭയം ഉണ്ടോ? ഇല്ല എനിക്ക് ഇപ്പം ബിഷപ്പുകാരൊക്കെ ഇറങ്ങുമോ? ഇതൊരു ഡിഫറെന്റ് പരിപാടിയാണ്. ഇത് എനിക്കറിയില്ല, നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടല്ലോ ഇത് എടുക്കണത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എടുത്തപ്പോ അല്ല, പിന്നെ ഈ സെൻസർ ആണെങ്കിൽ അവിടെ അപ്പൊ പോയപ്പോ അത് ടെൻഷനായി പോയി. ഞാൻ വിചാരിച്ചു പടം ഇറങ്ങൂലെന്ന് വിചാരിച്ചു. ഏത് രൂപത്തിലാ? ഞാൻ ഇവിടെ വരാപ്പുഴ നമ്മുടെ വാഴക്കാര. ഓക്കെ ഉണ്ടോ? വരാപ്പുഴയാണെങ്കിൽ ഇതൊന്ന് കത്തും അല്ലേ. ഞാൻ അവിടെ നിന്ന് മാറി ഫ്ലാറ്റിലാണ്, പക്ഷെ പുതിയ രൂപതൊന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ അങ്ങോട്ട് പോകണമെന്നറിയാൻ പാടില്ല എന്നുള്ളതാണ്. രൂപതയിലുണ്ടാവുന്ന ഞാൻ അവിടെ നിന്ന് അത്രമാത്രം ഇതിനകത്ത് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് മൈൻഡിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, ഓഫ് കോഴ്സ്. ഞാൻ ഈ പൊതുവെ ഈ സ്പിരിച്വൽ കോമഡി ഇവിടെ വരാറില്ലല്ലോ. ഇപ്പൊ റിലീജിയസ് കോമഡി വരാറുണ്ട്. റിലീജിയസ് കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നടത്തണം, പറ്റിക്കുന്നു, അങ്ങനെ പൈസ പറ്റിക്കുന്നു, ഇങ്ങനത്തെ സാധനങ്ങളാണല്ലോ നമ്മൾ പൊതുവെ റിലീജിയസ് കോമഡി. ഇത് അങ്ങനെയല്ല. റിലീജിയസ് സബ്ജക്റ്റ് പറയുമ്പോൾ അതല്ലേ. ഇത് കുറച്ചൊരു സ്പിരിച്വൽ ലൈനിലാണ് പറഞ്ഞേക്കണേ. അത് പുതിയൊരു സ്റ്റൈലാണ് ട്രൈ ചെയ്തേക്കണേ. നമ്മൾ ബിഹൈൻഡ് ദി കാണാത്ത യൂണിവേഴ്സിൻ്റെ കോമഡി എന്നുള്ളതാണ്. അല്ല, പേരിൽ തന്നെ പ്രശ്നമുണ്ട്. നമ്മൾ ആൻറ്റി ക്രൈസ്റ്റാണ് ട്രൈ ചെയ്തത്. ആൻ്റണി ക്രൈസ്റ്റായി ആൻറ്റി ക്രൈസ്റ്റ് അത് തന്നില്ല. അപ്പോൾ അത് മാറ്റിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് മറ്റേ ചേംബറിൽ ചെന്ന പ്യൂൺ ചോദിച്ചാൽ അത് കിട്ടൂല. എന്ത് പറഞ്ഞു, വെറുതെ റോട്ടിലെ ചായ അടിച്ചോണ്ട് പറയുന്നത് ആൻ്റപ്പൻ്റെ അത്ഭുത പ്രവർത്തനം. അങ്ങനെയാണ് ഈ പേരിട്ടത്. ഒരു മിനിറ്റ് കൊണ്ട് ക്യാരക്ടറിന്റെ പേരും പ്രശ്നമാണ്. അതെന്താണ് ആൻ്റപ്പൻ എന്ന് പറഞ്ഞ പ്രശ്നമുള്ളത്? ആന്റി ക്രൈസ്റ്റ് എന്നാണോ? അല്ലല്ല, ആന്റി. അത് ഓഫ് കോഴ്സ് അതൊക്കെയാണ് പടത്തിന്റെ മെയിൻ കണ്ടന്റിനകത്ത് കിടക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ ഒരു കാര്യം പറയാം, സാജിദയെ അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വിവാദം കൂടെ ഇതിനകത്തുണ്ടാവും. അങ്ങനെയാണ് ഈ പടത്തിന്റെ ഒരു യാത്ര എന്ന് എനിക്ക് സാജിദ മനസ്സിലാകുന്നത്. സജിതന്റെ അടുത്ത കൂട്ടുകാരനും അതാണ്. കൂട്ടുകാർ രണ്ടുപേരും കൂടിയാണ് ഇറങ്ങിയേക്കണെന്ന് മനസ്സിലായല്ലോ. അല്ല, ഞാൻ രണ്ടുപേരും കൂടെ അങ്ങ് ഇറങ്ങിയേക്കുവാണ്. കട്ടയ്ക്ക് നിന്നാണ് നമുക്ക് വേണ്ടി നിന്നാണ്. അല്ല, സാജിദ് എന്തായാലും വിലക്ക് വരില്ല കേട്ടോ പള്ളിയിൽ നിന്ന്. അത് ശരിയാ. അങ്ങനെ ഇതുണ്ട്. അങ്ങനൊന്നുമില്ല. ഇത് ആക്ച്വലി ഈ സിനിമ അദ്ദേഹത്തിന്റെ തലയിൽ സ്ക്രിപ്റ്റ് പോലും ഇല്ലല്ലോ, കയ്യിലൊരു പേപ്പർ പോലും ഇല്ല പുള്ളിയുടെ. എല്ലാം പുള്ളിയുടെ തലയിലാണ്. പുള്ളി രാവിലെ ചായ കുടിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കാണാം. നമ്മൾ സൈഡിൽ നിൽക്കും, ആയുധം നീ പറഞ്ഞോ എന്ന് പറയും. ഇങ്ങനെ പറയുന്നൊരു ഡയറക്ടറാണ്. എനിക്ക് ഏറ്റവും ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സും വർക്ക് ചെയ്തിട്ടുണ്ട്. ലിജു പല്ലിശ്ശേരി, അഞ്ജലി മേനോൻ, അങ്ങനത്തെ എല്ലാ ബെസ്റ്റ് ഡയറക്ടർ. എനിക്ക് അതിലൊക്കെ ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ് ഇത്ര ഈസി ആയിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ കാണിച്ചു തന്നിട്ടുള്ള ഡയറക്ടറാണ് ആൻഡ്ലി. ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഡയറക്ടറാണ്. ദിസ് മേക്കറാണ്. അദ്ദേഹത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റും എക്സെൻട്രിസിറ്റിയും എന്താണെങ്കിലും അതിൻ്റെ കൂടെ നിൽക്കാമെന്ന് മാത്രമേ എനിക്കില്ല. കഥ അതിനപ്പുറം അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട് ഒരു സിനിമകളിൽ. അദ്ദേഹം എന്താ പറയുക, ഇപ്പോൾ പൊമ്പളെ ഒരുമേ എന്ന സിനിമ, ആ സിനിമയിൽ ഒരു സാധാരണ പുള്ളിക്കാരൻ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ആ പെൺകുട്ടിക്ക് സ്റ്റേറ്റ് അവാർഡ് റെക്കഗ്നൈസ് ചെയ്യുവാണ്. മനസ്സിലായി? അത് ചെറിയ കാര്യമല്ല. അത് ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്നെ വിളിച്ചിട്ട് പറയുന്നത് അവിടെ ക്യാമറ ഇരിപ്പുണ്ട് ഓഫീസിൽ. ഞാൻ പറഞ്ഞു ക്യാമറ എന്തിന്? ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ ഷൂട്ട് ചെയ്ത് ക്യാമറ സിനിമ പ്രാന്തിൻ്റെ ഓഫീസിലുണ്ട്. അതല്ല, നമുക്കൊരു സിനിമ ഷൂട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു ആ ക്യാമറ വെച്ച് വെയിറ്റ് ചെയ്യൂ, ക്യാമറ കിട്ടുമെന്ന് നോക്കട്ടെ, അപ്പം നിന്റെ ഷൂട്ടിങ് എന്നാ പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഒരു യൂബറിൽ ഒരു പെൺകുട്ടിയും ആഡ്ലിയും ഒരു ക്യാമറമാനോട് നടന്നു വരുന്നു. വരുമ്പോൾ കയറുമ്പോൾ തന്നെ എൻ്റെ റൂം കണ്ടിട്ട് എൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ദൈവം എന്താണ്, അവിടെ ഇരിക്കും, എന്നെ അവിടെ ഇരുത്തി ഇപ്പുറത്ത് ആ പെൺകുട്ടി ഇരുത്തി ക്യാമറ വെച്ചു. പുള്ളി അങ്ങനെ പറയും, ചിരിക്കൂ കരയൂ കാട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അമ്മേ ഇതെന്ത് പരിപാടി. അതിനുശേഷം അടുത്ത സീക്വൻസ് ഉണ്ട്, എനിക്ക് കോസ്റ്റ്യൂം ഇല്ല. അപ്പം കോസ്റ്റ്യൂം ചേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ക്യാമറമാൻ നമ്മുടെ ഷർട്ട് ഊരുക, മനസ്സിലായി? എന്നിട്ട് എനിക്ക് തരുക അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞേ അതിട്ടുള്ളൂ. അപ്പം ഞാൻ ആ ഷർട്ട് എടുത്തിട്ടു, താഴത്തോട്ട് കൊണ്ടുപോയി അവിടെ എടുത്തിട്ട് ഇനി ഒന്നുകൂടി ഇങ്ങനെ പറയും ഓക്കെ കാട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് നടന്നു. അപ്പം അത് പറഞ്ഞിട്ട് പുള്ളി നടന്നു പോകും. അപ്പം ഞാൻ ഓർത്തോ ചുമ്മാ ഒരു പുള്ളിയുടെ ഒരു വട്ട് എന്ന് വിചാരിച്ചു. ഇതിന് ശേഷം എന്നെ ഡബ് ചെയ്യാൻ വിളിക്കുക. ഞാൻ പറഞ്ഞു അന്ന് ഷൂട്ട് ചെയ്ത് ഡബ്ബുണ്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ ഡബ്ബിങ് സൂചി ചെല്ലുമ്പം പരിപാടി കൊള്ളാലോ, അതായത് ഇതെങ്ങനെ ഇത് അതൊരു മാജിക്കാണ്. അപ്പം ഞാനത് കണ്ടു, ഇത് കൊള്ളാലോ പരിപാടി എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ തന്നെ പുള്ളിൻ്റെ ബാക്കിൽ നിന്ന് പറയാം ആ പെൺകുട്ടിക്ക് സ്റ്റേറ്റ് പറയട്ടെ ഇപ്രാവശ്യത്തെ. ഞാൻ പറഞ്ഞു ഓക്കെ. അടുത്ത പുള്ളിയുടെ പേര് അന്ന് ഞാൻ വിചാരിച്ചു സ്റ്റേറ്റ് അവാർഡ് പെമ്പളെ ഒരുമേ ഏതാ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് പുള്ളിക്കാരിക്ക് അവാർഡ്. ഞാൻ കിടുങ്ങി, മനസ്സിലായില്ലേ? അതിനപ്പുറം തന്നെ ഇപ്പം ഞാൻ ഇതുപോലുള്ള ഇതിനു മുമ്പും ഒരു സിനിമയുടെ ഇതേപോലൊരു ഈ അറ്റെന്നുള്ള സിനിമയുടെ ഇതേപോലൊരു പ്രൊമോഷൻ ഷൂട്ടിന് വന്നപ്പം
അവിടെ ആളുകൾ എന്നിട്ട് പറയാണ് നിങ്ങളുടെ പെർഫോമൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഏതാ പെമ്പിളൂരുമേല്. അപ്പൊ ഇത്ര ഈസിയാണോ? എന്നാൽ ഇവിടെ ഒരു ആൾക്കാർ ഡെയിലി എൻ്റെ ഓഫീസിൽ വരാറുണ്ട്, സിനിമകളെ സംസാരിക്കാറുണ്ട്. അവർ വന്ന് പറയുമ്പം അവരുടെ അപ്പം ഞാൻ ആലോചിക്കും അവരൊക്കെ ഒരു ദിവസം ആഡ്ലി ആയിട്ട് ഒരു ദിവസം ഒരു ചായ കുടിക്കായിരിക്കണം, മനസ്സിലല്ലേ? അവൻ്റെ എല്ലാ കൺഫ്യൂഷൻസും തീരും. എന്നാൽ അത് ചില ആൾക്കാർക്ക് ദൈവം കൊടുക്കുന്ന ഒരു കഴിവാണ്. എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഈ സിനിമയിൽ തന്നെ ഇപ്പം ആൻ്റപ്പൻ്റെ അത്ഭുത പ്രവർത്തന സിനിമയിലെ 1080 എത്ര ആർട്ടിസ്റ്റ് ഉണ്ട്? 250 ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് വഴി പോകുന്നവനും ചാവടിക്കാൻ കണ്ടവനും മിച്ചർ വാങ്ങിച്ചു കൊടുത്തവനൊക്കെയാണ്. ഊബറിൽ പുള്ളിയോട് ട്രാവൽ ചെയ്ത ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാരാണ് മൊത്തം കാസ്റ്റ് ചെയ്തിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരാൾക്ക് ഇത്രയും താടി, ഞാൻ ചെന്ന് താടി എന്താ, അപ്പം ഞാൻ ചോദിച്ചാൽ പുള്ളി പറയണേ അത് കഴിഞ്ഞ വർഷം ആഡ്ലി പറഞ്ഞാണ് താടി വെട്ടരുത്, ഇത്രയും താടി. അപ്പം അങ്ങനെ ആൾക്കാരെ പിക്ക് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും. ആ സിനിമ നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അപ്പൊ ഇതും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വിവാദങ്ങളുണ്ടാവും. അദ്ദേഹത്തിന്റെ കമേഴ്ഷ്യലാണ് ഇത്. പൊബ്ലെ ആക്ച്വലി കോവിഡ് പടമായിരുന്നു. ഞങ്ങൾ കോവിഡ് സമയത്ത് ഞാനും സിറാജ് എന്നുള്ള ക്യാമറമാനും അവൻ്റെ അനിയനും മാത്രം 3 പേര് ഷൂട്ട് ചെയ്ത സിനിമ. ഒരു സിനിമ മൊത്തം 3 പേര്, വേറെ ക്രൂ ഒന്നുമില്ല. ഞങ്ങൾ വെറുതെ ഒരു കാർ കയറും, ഒരു സ്ഥലത്തേലും അവിടെ വെക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കോവിഡിൽ നിന്ന് നമുക്ക് എല്ലാവരും ഡിപ്രഷൻ വന്നല്ലോ, ഈ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു ഡിപ്രഷൻ വന്നു. അപ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ആക്ച്വലി പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തൊരു ചെറിയ പരിപാടിയാണ് പൊബ്ലേരുമ. അപ്പോൾ ഞാൻ അപ്പം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രസമായിരുന്നു. അപ്പോൾ ഇതങ്ങനെയല്ല, ഇത് കുറച്ചും കൂടി നമ്മൾ വലുതായിട്ടാണ് ചെയ്തേക്കണേ. കുറച്ചും കൂടി ക്യാൻവാസും ഞാൻ ചെയ്തതിൽ ചറ്റും നീ പറഞ്ഞ പോലെ ബഡ്ജറ്റ് വൈസും പരിപാടി വൈസും ഭയങ്കര വലുതാണിത്, സ്കെയിൽ വൈസും വലുതാണ്. പക്ഷേ ആൾക്കാരൊക്കെ പുതിയ കാസ്റ്റാണ്. കാരണം നമ്മളങ്ങനെ ട്രൈ ചെയ്തത് സാധാരണ നമ്മുടെ കമേഴ്ഷ്യൽ സ്ക്രിപ്റ്റാണിത്. അപ്പോൾ അതിനകത്ത് പൊതുവെ കമേഴ്ഷ്യൽ ആർട്ടിസ്റ്റിന് ഇടുന്നതിന് പകരം പുതിയ ആൾക്കാരിട്ടിട്ട് അതെങ്ങനെ ഒരു കമേഴ്ഷ്യൽ ലുക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ട്രൈ ചെയ്തേക്കണം. നമ്മൾ സാധാ കമേഴ്ഷ്യൽ തമാശകൾ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്കതിനൊരു, പക്ഷേ ശരിക്കും അങ്ങനത്തെ കോമഡിയൊക്കെ ആർട്ടിസ്റ്റ് പറഞ്ഞാലേ കേൾക്കുള്ളൂ. പക്ഷേ നമ്മൾ പുതിയ ആൾക്കാർ വെച്ചിട്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് പടത്തിനകത്ത്. പിന്നെ കണ്ടന്റിനോടുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ട് അവിശ്വാസമുണ്ട്. പിന്നെ എനിക്ക് മൊത്തത്തിൽ എനിക്ക് ഒരു എന്തൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു എന്നൊരു സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പടം ക്യൂബിൽ കണ്ടപ്പോൾ എനിക്ക് തന്നെ കുഴപ്പമില്ല കേട്ടോ, എനിക്ക് തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ, സമാധാനം. സ്കോറും എല്ലാം വന്ന് ഫൈനൽ മിക്സ് ചെയ്ത് കണ്ടപ്പോഴേക്കും മേത്തെന്തോ ഇറങ്ങിപ്പോയ പോലത്തെ. ഈ സിനിമയുടെ എന്നെ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്രാവശ്യം പ്രൊഡക്ഷൻ വൺ സെറ്റപ്പാണ്. ഞാൻ എന്താ സ്വന്തം കാറിൽ വരണ്ട, വണ്ടി വിളിക്കാൻ വരും. ഞാൻ നോക്കേ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരണ്ട, ഏതാ നമുക്ക് പുട്ടും മുട്ടക്കറിയുണ്ട്, സോ റിച്ച് പ്രൊഡക്ഷൻ എന്നാണ് പറഞ്ഞത്. ഇതിപ്പോ നമ്മൾ പറയുമ്പോഴും തമാശ ആണെങ്കിലും അതിൽ സീരിയസ് എന്തുമാത്രം സിനിമയുടെ ബാക്കിൽ നമ്മളൊരു സിനിമയുടെ സ്വപ്നമാണല്ലോ അത്. നമ്മള് ആ ഡയലോഗ് ഇപ്പം ഇങ്ങനെ പറയാൻ അധികാരമുള്ള ആളാണ്, പിന്നെ ഫ്രണ്ടാണ്, 100%. ചോറ് കൊണ്ടുവരണ്ട. അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും. ഇതിനു മുമ്പ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് ബെന്നെടുത്തപ്പോൾ അജ്മൽ അമീർ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അജ്മൽ പറഞ്ഞു ഉമ്മച്ച ചോറും കിട്ടി, കാരണം ഇവരെ കൂടെ എടുത്തു ഉച്ചയ്ക്ക് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ഉമ്മച്ച കഷ്ടപ്പെട്ട് 2 പേർക്ക് ചോറൊക്കെ എടുത്ത് വിട്ടേക്കട്ട. റിച്ച് പ്രൊഡക്ഷൻ, അതെ നമ്മൾ റിച്ച് പ്രൊഡക്ഷൻ ഇത്തവണ എല്ലാവർക്കും മൊത്തത്തിൽ ഒരു സെറ്റപ്പൊക്കെ. അല്ല, ഞാൻ ആലോചിച്ചിട്ട് ഈ നമ്മൾ ഈ സെറ്റപ്പിൽ എങ്ങനെ ഒരു കമേഴ്ഷ്യൽ പടം ചെയ്യാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഐഡിയ. നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഷൂട്ടിംഗ് സെറ്റപ്പിൽ ഒരു കമേഴ്ഷ്യൽ പടം എങ്ങനെ ചെയ്യാം. മറ്റേത് ഇൻഡിപെൻഡൻ്റ്ലി നമ്മൾ ചെയ്തേക്കുന്ന വേറെ ടൈപ്പ് പടങ്ങളല്ലേ. അപ്പോൾ അതങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ അത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. കമേഴ്ഷ്യൽ പടം കമേഴ്ഷ്യലായിട്ട് മറ്റേ സെറ്റപ്പ് അല്ലാതെ തന്നെ നമുക്ക് മറ്റേ ഇൻഡിപെൻഡൻറ്റ് സെറ്റപ്പിൽ ആ കമേഴ്ഷ്യൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വന്നിരിക്കും. അത് തെളിയിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ആ എക്സ്പെരിമെൻ്റാണ് വർക്കൗട്ടായത്. ഇതിലെ കഥാപാത്രം എന്താണ്? ഇതിൽ ശ്രീജ ആക്ച്വലി ചെയ്തത് നമ്മുടെ മോസസ് എന്ന് പറഞ്ഞാൽ ഇത് 12 ശിഷ്യന്മാരാണെന്ന് പറയുന്ന ഒരാളുടെ സജിയുണ്ട്. അതിനകത്ത് മോസസ് എന്ന് പറഞ്ഞൊരു ശിഷ്യനുണ്ട്, ആളുടെ വൈഫായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ശ്രീജ മാത്രമേ ഉള്ളൂ സിനിമയിൽ അഭിനയിച്ച് പരിചയമുള്ള ഒരാൾ. അല്ല, സജിതുണ്ട് ഓഫ്കോഴ്സ്. പിന്നെ പെണ്ണുങ്ങളിൽ ശ്രീജ മാത്രമേ ഉള്ളൂ, വേറെ സ്ത്രീ കഥാപാത്രങ്ങളില്ല. ആൻ്റപ്പൻ്റെ അത്ഭുത പ്രവൃത്തിയായിട്ടല്ല എനിക്ക് തോന്നുന്നത്, വിപിൻ അറ്റ്ലിയുടെ അത്ഭുത പ്രവൃത്തിയായിട്ട് തോന്നി. സത്യം, ഞാൻ ഈ സിയാദ് പറഞ്ഞ പോലെ നമ്മൾ ലൊക്കേഷൻ ചെന്നപ്പോൾ ഞാൻ ചോദിക്കാം എന്താ ക്യാരക്ടർ, എന്താ ചെയ്യേണ്ടത്, മെത്തേഡ് ആക്ടിങ് ഒക്കെ എന്താ ക്യാരക്ടർ ആവണം, ഒന്നും ആവണ്ട, ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി നിന്നു. സെയിം ഇത് തന്നെയാ. കരഞ്ഞോ?
ഈ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞോ ഇത്രയേ ഉള്ളൂ അഭിനയിച്ചു കഴിഞ്ഞു. നമുക്കത് മനസ്സിലാവില്ല നമ്മൾ എന്താ ചെയ്തത്. എനിക്ക് ഈ പറഞ്ഞ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കൊരു ടെൻഷനല്ല, ഇത് ഏത് ക്യാരക്ടർ പിടിക്കണം, ഇത് എങ്ങനെയാണ് പിടിക്കേണ്ടത്, ഇതൊന്നുമില്ല. ഇവിടെ വരുന്നു ചായ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും സൈഡിൽ, ബീഫ് ഫ്രൈ കഴിച്ചോ, നീ കഴിച്ചോ, അപ്പം കഴിച്ചു, അതൊന്നും പ്രശ്നമല്ല. നമുക്ക് ആ ഫ്രണ്ടിൽ പോയി നിന്നോ, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഇത് കഴിഞ്ഞ് ഡബിങ്ങിന് ചെന്നപ്പോഴാണ് മനസ്സിലായത്, ഇതാണോ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്, ഇത് ഇങ്ങനെ സിനിമ എടുക്കാൻ പറ്റുമെന്ന്. എന്നുവെച്ചാൽ സ്ക്രിപ്റ്റ് ഇല്ല, ഒന്നും കയ്യിലില്ല, ആളുടെ കയ്യിലൊന്നുമില്ല, തലയിലല്ല. ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്ത ഒരു പരിപാടിയായിരുന്നു. ഫ്രീ ആയിരുന്നു അല്ല ഇങ്ങനെ എടുക്കുന്ന സിനിമ. അല്ല ഈ പ്ലാനിങ് എന്ന് പറയുന്നത് പുള്ളിങ് നിന്ന് അതല്ലോ, അത് പ്ലാൻ ചെയ്യുന്നത് പലയിടത്തും ചായ കുടിക്കണം, ഇവിടുന്ന് അതാണ് പ്ലാനിങ്. എന്നോട് പറയും വൈകിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് പഴംപൊരി അവിടുത്തെ ടേസ്റ്റ് ഉണ്ട്, അവിടെ അത് കഴിക്കാം. ഇതാ പറയുക. അതാണ് ആക്ച്വലി അങ്ങനെ തന്നെയാണ്. വലിയ ടഫായിട്ട് നമ്മൾ ചെയ്യാറില്ല എന്നുള്ളതാണ്. ഇങ്ങനെ സിനിമ എടുക്കാന്നുള്ളത് ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തന്നെ അത്ഭുത പ്രവർത്തനം. നേരത്തെ പറഞ്ഞു സിനിമയിലെയും ജീവിതത്തിലെയും പ്രവർത്തനങ്ങളാണ് കാണിച്ചത്. അതാണ് കറക്റ്റ്. പക്ഷെ സിനിമയുടെ ക്വാളിറ്റി ഡിഫറൻസ് ഇല്ല. ഇപ്പം ബെൻ നാഷണൽ റെക്കഗ്നൈസേഷൻ കിട്ടുന്നു, മ്യൂസിക്കൽ ചെയർ IFFKയിലെ അന്നത്തെ ബെസ്റ്റ് ഡയറക്ടറാണ്. അതിനുശേഷം പൊമ്പിളൂരുമേ സ്റ്റേറ്റ് അവാർഡ് ഓർഗനൈസേഷൻ. പെമ്പിളൂരുമേ ഞാൻ മിസ്സാക്കിയ സിനിമ. എന്റെ അടുത്ത് റെഡി ആയി ഇതാണല്ലോ, ഇത് നമുക്ക് ടൈമൊന്നും തരില്ല, 5 മിനിറ്റിൽ ഇറങ്ങിക്കോ എന്നൊക്കെ പറയും. മുടി കളർ ചെയ്തിട്ടുണ്ടോ, ഒയ്യോ പണി പാളി, അങ്ങനെയൊക്കെയാ. ഒരു ഞാനിട്ട് ആ നാട്ടിൽ പോയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ പിടിച്ച് ആ നാട്ടിൽ തന്നെ ആൾക്കാരൊക്കെ പിടിച്ചാൽ അഭിനയിപ്പിച്ചു. ഞാൻ മിസ്സാക്കിയ സിനിമയത്. അത് ശരിയാ. ഞാൻ നോക്കുമ്പോ എന്താ തൃശ്ശൂർ ഭാഗത്ത് ആരൊക്കെ ഉണ്ട് ഫ്രീ ആയിട്ട്, കാരണം അവിടെയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ പടം. ഇവിടെ തൃശ്ശൂരാ എന്നാ ഓക്കെ, ഇവിടെ വിൽക്കാം. പക്ഷെ ഇതാട്ടോ ഏത് ലൊക്കേഷൻ അവിടെ ഫ്രീ ആയിട്ട് അത്രേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് കെട്ടിയെടുത്തിട്ട് പോകണ്ടല്ലോ, അവിടെ എളുപ്പമുണ്ട്. തൃശ്ശൂര് ഓക്കെ, അപ്പൊ തൃശ്ശൂർ വീട്ടിൽ പോകോളും. തൃശ്ശൂർ സ്ലാങ്ങുകൾക്ക് അറിയാം, വലിയ പാടില്ല. അപ്പൊ ഇവള് വന്നാൽ കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്കത്തേക്കും ഓക്കെ. അപ്പൊ ഇവള് മാറി തൃശ്ശൂരിന് എറണാകുളം വന്ന് കൾച്ചർ, മോഡേൺ കൾച്ചർ കോൾ സെന്റർ ആയവള്. അപ്പൊ പറ്റൂല, നേരെ ആ നാട്ടിൽ നല്ല ആൾക്കാരെ തന്നെ വിളിച്ചു. ഈ സബ്ജക്ട് കേട്ടാണ്, സബ്ജക്ട് കേൾക്കാനൊന്നും അവിടെ പോകുമ്പോൾ പക്ഷെ എനിക്ക് ടെൻഷൻ ഉണ്ടായത് ഈ റിലീജിയസ് കോമഡി പറഞ്ഞ പോലെ സ്പിരിച്വൽ. ഇപ്പൊ എന്തായാലും ഒരു വിവാദം ഉണ്ടാവും, എന്നാ പിന്നെ ഉണ്ടാവും എന്ന് എനിക്ക് കണ്ടപ്പോ തോന്നിയത്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യോ, ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാവില്ലേ, മറ്റേ പള്ളിക്കാരൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോ നമ്മളൊന്നും ഓർത്തില്ല. പക്ഷെ എടുക്കുമ്പോ നമുക്ക് ത്രില്ലൊക്കെ എടുക്കണല്ലേ, കോമഡി പരിപാടിയായിട്ട്. നമ്മൾ കോമഡി അല്ല, നമ്മൾ ബേസിക്കലി പരിപാടിക്ക് അതിനകത്ത് അണ്ടർലൈൻ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ കോമഡി കൊണ്ടാണ് അത് സെറ്റ് ചെയ്തേക്കണേ. അപ്പം പക്ഷെ അപ്പം നമുക്ക് അറിയില്ലല്ലോ ഇത് ഇത്രയും പ്രശ്നമുണ്ടെന്ന് അറിയത്തില്ലല്ലോ, ചിന്തിക്കുന്നില്ലല്ലോ. തിരുവനന്തപുരത്ത് പോയി, തിരുവനന്തപുരത്ത് രാവിലെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ബാരടിച്ച്. കാരണം 3:30 ഞങ്ങള് ഭയങ്കര ആത്മാർത്ഥമൂത്ത് നമ്മൾ ട്രിവാൻഡ്രത്ത് സെൻസറിന് 4 മണിക്ക്. അപ്പോൾ വെളുപ്പിനെ ഞാൻ 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിച്ച്. ഞാൻ ഉറങ്ങുമായിരുന്നു, വണ്ടി കയറ്റി. പക്ഷെ തിരുവനന്തപുരത്ത് ബ്ലോക്ക് അടിച്ച് വണ്ടിയൊക്കെ മറ്റേ എന്താണ് ടയറൊക്കെ പഞ്ചറായി എത്തിയത് വൈകുന്നേരം 3:30. അപ്പൊ എനിക്ക് തോന്നി എന്തൊരു പ്രശ്നമുണ്ട്, സെൻസർ കിട്ടുമല്ലോ. അവിടെ ചെന്നപ്പോഴത്തേന് ഞാൻ അത് കഴിഞ്ഞ അവർ വിളിക്കുമോ, സെൻസറിനെ വിളിക്കണ നമ്മൾ ശരിക്കും മറ്റേ മാർക്ക് ലിസ്റ്റ് സാറ് ചോദിക്കുമല്ലോ, വന്നിട്ട് മാറിയിക്കെന്ന് പറയില്ലേ. ആയതന്നെ നിങ്ങൾ എന്തിനാ പടം എടുത്തത്, എനിക്കെന്തിനും പറയാൻ പറ്റുമോ, എനിക്കറിയാൻ അത്ര ചോദ്യങ്ങളായിരുന്നു. എനിക്കും ഉത്തരവൊന്നുമില്ല. ഞാൻ അറിയാൻ പാടില്ല എന്ത് പറയാം. എനിക്കാണെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് ഒരു ആങ്സൈറ്റി ഒക്കെ അടിച്ചിട്ട് ഞാൻ ശ്വാസം വിട്ട് ചത്തു പോകണ്ടല്ലോ. എല്ലാവരും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ആകെ ടെൻഷനായി പോയി. ഞാൻ എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയായിരുന്നു. 15 മിനിറ്റ് ഇരിക്കുന്നത് 2 മണിക്കൂർ പോലെയായിരുന്നു. ഈ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ബൈബിളിലെ സംഭവങ്ങളാണല്ലോ. അതെ അതെ. അതിൽ പുതിയ നിയമവും പഴയ നിയമവും. അതെ അതെ. ഇതിൽ കൂടുതൽ യൂസ് ചെയ്തത് പുതിയ നിയമമാണ്. പുതിയ നിയമമാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു, അത്ഭുതപ്പെടുത്തുന്നു, ചർച്ച ചെയ്യപ്പെട്ടതും പുതിയ നിയമമാണ്. അതിൽ പല കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം യേശുവും ശിഷ്യന്മാരുടെയും കാര്യം പറഞ്ഞപ്പം അതിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, 500 പേർക്ക് അപ്പം പിഞ്ഞു കൊടുത്ത കഥയൊക്കെ കേട്ടിട്ടുണ്ടോ? അതൊക്കെ ഇതിൽ നിങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങളൊരു പോസ്റ്റർ ഇറക്കിയപ്പോൾ തന്നെ അല്ല ഉണ്ടിട്ടുണ്ട്. ശരിക്കും ഇയാൾ ക്രൈസ്റ്റാന്ന് തോന്നുന്നു. ഇയാൾ ക്രൈസ്റ്റ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഇയാൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫോട്ടോ വെച്ചിലോ അല്ലെങ്കിൽ ലോക്കൽ സ്ഥലത്താണെന്ന് മാത്രം. ബേസിക് ആയിട്ട് ഇത്രേ ഉള്ളൂ. ഒരാൾക്ക് പെട്ടെന്ന് ക്രൈസ്റ്റാന്ന് തോന്നുന്നു, അയാൾക്ക് ഭ്രാന്താണ്, അയാളുടെ അപ്പനും അമ്മക്കും മട്ടാണ്, നാട്ടുകാർ ഇപ്പോഴത്തെ കാലത്ത് 12 പേരെ പണിക്ക് ശിഷ്യന്മാരെ കിട്ടാന്ന് ആരെങ്കിലും പണിക്ക് പോലും വിളിച്ച ആൾക്കാരെ കിട്ടില്ല. അപ്പോഴാണ് ശിഷ്യന്മാരെ കിട്ടാന്ന് പറയും. ഇയാൾ ഇറങ്ങുന്നു, ഒരു പണിയില്ലാത്ത 12 പേരെ കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞ് പുള്ളിക്ക് ഭ്രാന്തായി, പുള്ളി പുറത്തിറക്കുന്നു. പുള്ളി ചെറിയ ലോക്കൽ അത്ഭുതമൊക്കെ കാണിക്കും. അപ്പോൾ അവിടുത്തെ വെല്ലുമിച്ച് വരെയൊക്കെ വിശ്വസിക്കും ആ നാട്ടിൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ നാട്ടിൽ നിന്ന് പുള്ളി പറഞ്ഞു ഇനി നമുക്ക് പുറത്തിറങ്ങണം എന്ന് പറയാം. അങ്ങനെ പുറത്തിറങ്ങി പുള്ളി ബിസിനസ്സായി ശരിയല്ല, പള്ളിക്കാർ ശരിയല്ല എന്ന് പറഞ്ഞ് പുള്ളിയൊക്കെ തുടങ്ങും. പുള്ളി പരസ്യ ജീവിതമുണ്ട് ക്രൈസ്റ്റിന്. അപ്പോൾ ആ പരസ്യ ജീവിതം ഇതാണ് പുള്ളിയുടെ. ഇപ്പോഴത്തെ മീഡിയ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ഇത് സംഭവിക്കും എന്നുള്ളതാണ് പടത്തിൻ്റെ. എല്ലാവർക്കും ഭ്രാന്താവില്ല, അപ്പോൾ അയാൾക്ക് വട്ടാണല്ലോ. അപ്പോൾ എന്ത് പറ്റും എന്നുള്ളതാണ് പടത്തിൻ്റെ കഥ.
പക്ഷേ ഇത് പറഞ്ഞു വയ്ക്കുമ്പോഴും ഞാൻ പറഞ്ഞ ഈ പുതിയ നിയമം പഴയ നിയമത്തിലെ നിയമങ്ങൾ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ തന്നെ യേശു ആവുകയാണ്, അതെ അതെ നമ്മൾ തന്നെ സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞു ഇവിടെ പഠിക്കുമല്ലോ ആളെ കിട്ടാതെ 12 ശിഷ്യന്മാരെന്ന് പറഞ്ഞു. പക്ഷെ ആ കാര്യങ്ങൾക്ക് ചങ്കുറ്റത്തോട് പറയണമെങ്കിൽ വലിയ പ്രശ്നമാണ്. ആ കാര്യം ഒരു കാര്യമില്ല, കിടക്കണേ ഉള്ളൂ കാര്യങ്ങളകത്ത്. ഇത് തന്നെ കേട്ടപ്പോ എനിക്ക് പ്രശ്നമായി. അതൊന്നും ഒരു 1% ആയിട്ടില്ല, പടത്തിൽ കിടക്കണേ ഉള്ളൂ പരിപാടി. എന്തെങ്കിലും പ്രശ്നത്തിൽ അല്ല, എനിക്ക് പ്രശ്നം എന്നുള്ളതല്ല, പടം രസോട്ടത് പ്രശ്നം എന്ന് പറയുന്നതൊക്കെ നമുക്ക് ആകെ ഈശോ എന്ന് പേരിട്ടപ്പോ തന്നെ അത് ശരിയാ ആളുകൾക്ക് പടത്തില്ല. അല്ല അല്ലെ വലിയ ഞാൻ പറയുന്നത് ഇതൊരിക്കലും ഒരു ക്രിസ്ത്യൻ സമുദായത്തിന് അഗെയിൻസ്റ്റ് ഉള്ള സിനിമ അല്ല. ഇത് ക്രൈസ്റ്റ് സപ്പോർട്ടിംഗ് ഫിലിമാണ്. എല്ലാ ജാതിയിലും, മുസ്ലിംസിലാണെങ്കിലും ഹിന്ദുസിലാണെങ്കിലും ക്രിസ്ത്യൻസിലാണെങ്കിലും ഇങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ, അതായത് അവരവരുടെ പോയിന്റ് ഓഫ് വ്യൂ ഇല്ലേ, അതിനെയൊക്കെ പുള്ളിയുടെ സിനിമയിലൂടെ ഒരു ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരുവിധ ഈ പറയുന്ന ആരെയും അധിക്ഷേപിക്കുകയോ അങ്ങനത്തെ ഒരു ഡയലോഗ് നമ്മളത് പറയാൻ പറഞ്ഞിട്ടില്ല, മനസ്സിലായി. ഇത് പുള്ളി റീക്രിയേറ്റ് ചെയ്തിരിക്കണം. ഒരാളുടെ ഒരു എക്സൈറ്റ്മെന്റ് ഒരാൾക്ക് തോന്നുന്നു, അങ്ങനെ ഇത്ര ആളുകളുണ്ട് എല്ലാ മതത്തിലും ഇല്ലേ. അല്ല, ഞാൻ ബേസിക്കലി സെൻസറോട് പറഞ്ഞത് ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് ആണല്ലോ ബൈബിൾ, അപ്പൊ ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്നില്ല ഇവിടുത്തെ ആൾക്കാർ. അപ്പൊ പുള്ളി പറഞ്ഞ ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്ന നിർബന്ധമില്ലല്ലോ എന്ന് പറഞ്ഞ ആൾക്കാർ. അപ്പം ഞാൻ പറഞ്ഞു ഇത് പടം ടെക്സ്റ്റിനെ പറ്റിയാണ്, ടെക്സ്റ്റ് എങ്ങനെയാണ് എഴുതിയേക്കണം അതിനെ പറ്റിയാണ് ഈ പടം. അത് ഫോളോ ചെയ്യാത്ത എല്ലാത്തിനും ഉള്ള അതിനുള്ള ഒരു ഐ ഓപ്പണറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ബേസിക്കലി ഇത് എല്ലായിടത്തും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ റിലീജിയൻസിലും ഉണ്ട്. അപ്പോൾ ആ സെപ്പറേഷനാണ്. പിന്നെ എൻ്റെ ക്രൈസ്റ്റും റിലിജനും നമ്മൾ രണ്ട് സെക്ഷനാണ്, ക്രിസ്ത്യാനിറ്റി വേറെ ക്രൈസ്റ്റ് വേറെ. അപ്പോൾ ആ ഒരു സെപ്പറേഷനെ കുറിച്ചൊക്കെ തന്നെയാണ് സിനിമ സംസാരിക്കണത്. പക്ഷേ അതിന് ഇന്നർ പൊളിറ്റിക്സ് ഉണ്ട്, പറഞ്ഞിരിക്കുന്നത് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു രീതിയിലാണ്. കാരണം അങ്ങനെ ഒരു സബ്ജക്റ്റ് നമുക്ക് ഭയങ്കര ബുദ്ധിയായിട്ട് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിപ്പടായി പോകും. അപ്പോൾ അതല്ലാതെ എങ്ങനെയൊക്കെ അത് തമാശയൊക്കെ പറയിപ്പിക്കാൻ പറ്റും, അതിനുള്ള പാടായിരുന്നു ഈ പടത്തിന് എനിക്കുണ്ടായിരുന്നു പ്രാക്ടിക്കലാക്കാനുള്ള ബുദ്ധി. ബൈബിള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിൾ എത്ര നാൾ സ്റ്റഡി ചെയ്തു? കുറേ അധികം നാളുടെ ഞാൻ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റഡി ചെയ്തു ഇതിനു വേണ്ടി കുറച്ചധികം നാളായി ശരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബന്ധങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കണക്ഷനുള്ള അച്ഛന്മാരോട് സംസാരിച്ചു, എല്ലാവരോടും സംസാരിച്ചു, അച്ഛന്മാരോട് സംസാരിച്ചിരുന്നു, ബൈബിൾ പഠിക്കുന്നവരോട് പാസ്റ്റേഴ്സോട് സംസാരിച്ചിരുന്നു. അങ്ങനെ ഇതുമായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ അഭിപ്രായം തന്നെയായിരുന്നു ഈ കുറച്ച് ബുദ്ധിയുള്ള അല്ലെങ്കിൽ ഈ പറയണത് സമ്മതിക്കുന്ന എല്ലാവർക്കും ഇത് കറക്റ്റാണെന്ന് ഈ പറയണം എന്നുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ പോയി നമ്മൾ കുർബാന കൈക്കൊള്ളാൻ പറ്റുമോ? അല്ല, അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇഷ്ടപ്പെടുന്ന അച്ഛന്മാർ അവര് പോയി പള്ളിയിൽ പോയി കുർബാന കൈകൊള്ളുക പറഞ്ഞാൽ അച്ഛന്മാരുടെ പേരുകളെ പറയാം, ഏതൊക്കെ അച്ഛന്മാരാ പറയുക? അങ്ങനല്ല, ഒരച്ഛൻ. ഞാൻ ബേസിക്കലി ഇപ്പൊ പള്ളി പോകാറില്ല ആക്ച്വലി, അതോടുകൂടി നിന്നു. ഇല്ലല്ല, ഞാൻ പൊതുവേ ഇപ്പൊ അങ്ങനെ ഒരു പള്ളി ബിലീവർ അല്ല. അതുകൊണ്ടൊരു ഞാൻ അങ്ങനെ ഒരു പള്ളിയിൽ പോയി ബിലീവ് ചെയ്യണമെന്നുള്ളൊരു സിസ്റ്റത്തിൽ അൻ്റപ്പൻ്റെ കൂടെ അച്ഛന്മാർ വന്നു എന്നുള്ളതാണ്. അച്ഛന്മാർ വന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ പരിചയമുള്ള ഒരുപാട് അച്ഛന്മാരുണ്ടായിരുന്നു, അവരൊക്കെ ഇത് കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി. ബേസിക്കലി പുറത്ത് കാണാനല്ലാണ്ട് ഇവർക്കൊക്കെ ഉള്ളിൽ അറിയാവുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു ഇതുവരെ പടത്തിൽ പറഞ്ഞിട്ടില്ല, നീ ഇത് പറഞ്ഞത് വളരെ നന്നായി എന്നുള്ളതാണ് അവർക്ക് പറയണമെന്നുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. സഭയിൽ നിന്ന് പുറത്താവും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത്. അപ്പോൾ അവർക്ക് ഐ ഓപ്പണറാണ്, ഇത് പറഞ്ഞല്ലോ എന്നുള്ളതാണ്. അത് കാണുന്ന എല്ലാവർക്കും തോന്നും കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പം മൂലം നമ്മൾ ശരിയല്ലോ എന്ന് ആലോചിക്കുന്ന കാര്യങ്ങൾ നമുക്കൊരു മീഡിയം കിട്ടിയപ്പോൾ അത് സിനിമയൊക്കെ പറഞ്ഞു എന്നുള്ളൂ. പക്ഷേ ഇതൊന്നും അല്ലാട്ടെ, ഇത് സിനിമ കാണാനുള്ള ഒരു എന്താ ഈ സിനിമ റിലീസ്? ജൂലൈ 17. നാളെ ഒന്ന് കാണിച്ചു തരാം, കാണിച്ചു തരാം ഉറപ്പായിട്ടും. നാളെ സിനിമ കാണിച്ചു ഒരു ഇന്റർവ്യൂ കൂടെ എടുത്തിട്ട് റിലീസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു 1% ഇതിനകത്തുള്ളതാണ് പറയുന്നത്. പ്രേക്ഷകരെ ഒന്ന് കാണേണ്ട സിനിമ ആയിരിക്കും കേട്ടോ. ഒന്നിലെ അടുത്ത സിനിമ എടുക്കാൻ കാണുമോ തീരുമാനിക്കാം, അല്ലേ സാജ? ആള് പറയാൻ വേണ്ടി അല്ലല്ല, ഞാൻ അല്ലല്ലേ, എനിക്ക് ബാക്കിയുള്ളവർക്കൊക്കെ പേടിയുണ്ടായിരുന്നു, അഭിനയിച്ചവർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. എനിക്കറിയില്ല എന്തിനാ പേടിക്കണേ, അത്ര പേടിയല്ലേ? അല്ല, അവനത് ഫുൾ ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ അവനോട്. ഞാൻ വരിക ഡയലോഗ് കുറേ പോവാന്ന് മാത്രമേ. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അവനിതിന്റെ ഞാനിത് ഷൂട്ട് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അത്രയ്ക്ക് ഇതിലോട്ട് കയറിയിട്ടില്ല. അല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്നോട് പറഞ്ഞു വെച്ചിരുന്ന എന്റെ അടുത്ത പടത്തിൽ നീയാണ് നായകൻ, ഞാൻ ഒരു നായകൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് മുടിയൊക്കെ വളർത്തി താടിയൊക്കെ സെറ്റ് ചെന്നപ്പം അവിടെ 12 പേര് നിൽക്കുക. നിങ്ങളാരാ? ഞങ്ങൾ നായകനാണ്. 12 നായകന്മാരാ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഓക്കെ നിന്നു, ഞങ്ങളെയൊക്കെ ഒരു പൊസിഷൻ നിർത്തി. പുള്ളി ക്യാമറയുടെ ബാക്കിൽ നിൽക്കുകയാണല്ലോ. പെട്ടെന്ന് ക്യാമറയുടെ ബാക്കിൽ പുള്ളിയെ കാണുന്നില്ല. നോക്കൂ, ഇതുപോലത്തെ കൊമ്പൊക്കെ നേരെ ഞങ്ങളെയൊക്കെ ഫ്രണ്ടില് ഒറിജിനൽ നായകൻ അവതരിച്ചു.
അതാ സീൻ ഷൂട്ട് ചെയ്തപ്പോ വന്നപ്പോ അതായി പോയി. എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിൽ നിൽക്കട്ടെ. നമ്മള് അവരോട് പറഞ്ഞിട്ട് മനസ്സിലാവട്ടെ. സജിതാണെങ്കിൽ നിൽക്കുമ്പോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, നീ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നീ ഫ്രണ്ടിൽ കിടന്ന് കൊമ്പ് വെച്ചോണ്ട് നടക്കണം, ഞങ്ങള് ബാക്കിൽ ഇങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞ സീനാണ്. 12 പേര് നായകനാൻ വന്നിരിക്കുക. 12 പേരും അഭിനയിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. ഇവരുടെ വിചാരം ഇവനൊക്കെ നന്നാണോ അവനൊക്കെ നന്നാണെന്ന് പറഞ്ഞിട്ട് നായകന്മാരായിരുന്നു. അങ്ങനെ ബുദ്ധി എൻ്റെ ഇടയ്ക്ക് പ്രവർത്തിച്ച് യാത്രയൊന്നും ആലോചിച്ചിട്ടില്ലേ. ഞാൻ ഇവരോട് വരാൻ പറഞ്ഞപ്പം ആക്ച്വലി ഞാൻ ഈ കഥ ഫോം ചെയ്ത് പോകുന്നതാണല്ലോ. ഒരിക്കലും നമ്മൾ ഫുൾ കഥ എഴുതിയിട്ടല്ല ഷൂട്ട് ചെയ്യണേ. അപ്പം ഞാൻ ആദ്യം എഴുതിയപ്പോൾ 12 പേർക്കും 12 മെയിൻ ക്യാരക്ടേഴ്സാണ്, 12 പേർക്ക് 12 ഇൻട്രഡക്ഷൻ, 12 പേർക്കും സൂപ്പർ പവേഴ്സ് ഉണ്ട്, 12 പേർക്കും അങ്ങനെ ഓരോ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പറയാനുള്ള സാവകാശം കിട്ടുന്നില്ല അവൻ്റെ അടുത്ത്. ഇവനെ വിളിച്ചിട്ട് വേഗം അതേ ഇവിടെ നീ വേഗം വാ. അവനപ്പം തന്നെ വരുന്നു, അതാ വേഗം ബാക്കിലേക്ക് നീ മെയിൻ വേഗം ചെന്നിക്കുമ്പോ. അപ്പൊ ഞാൻ പിന്നീട് മെയിൻ ആണല്ലോ. അപ്പൊ ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെന്ന് മാത്രമേ ഉള്ളൂ അവൻ്റെ അടുത്ത്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ അല്ലേ, നമ്മൾ കിടക്കുമ്പോൾ സ്വപ്നങ്ങൾ പലതും കാണും. സ്വപ്നങ്ങൾ നടക്കും, നടക്കാതിരിക്കാം. ഇതിലൊത്തിരി സ്വപ്നങ്ങളുണ്ടാവും അല്ലേ. അൻ്റപ്പൻ്റെ ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ഓക്കെ, അൻ്റപ്പൻ്റെ സ്വപ്നങ്ങളാണ് രാവിലെ എഴുന്നേറ്റ് നാട്ടുകാരുടെ അടുത്ത് പറയുന്നത് അല്ലേ. അങ്ങനെയാണ് അല്ലേ, ആൻ്റപ്പൻ്റെ സ്വപ്നമാണല്ലോ പറയുന്നത്. അങ്ങനെ ആൻ്റപ്പനെ അത്ഭുതപ്പെടുത്തുന്ന ആളുകളെ അത്ഭുതപ്പെടുത്തുമ്പോൾ മണ്ടന്മാരായ ആളുകൾ നമ്മളോട് കൂടും. കുറച്ച് ആൾക്കാർ, അതായത് ബേസിക്കലി കുറച്ച് ആളുകൾ കൂടുന്നു എന്നുള്ളതാണ്. അത് നമ്മളിപ്പം ഇതിനൊരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാലേ, ഇപ്പം പണ്ട് ക്രൈസ്റ്റ് വന്നപ്പോഴും ആളുകൾ അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത്. ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോഴും അന്ന് പുള്ളി വന്നപ്പോഴും പുള്ളി പറഞ്ഞപ്പോഴും ആൾക്കാരെയൊക്കെ വട്ടാന്ന് വിചാരിച്ചേ. അല്ലാണ്ട് ഇത് ഭയങ്കര ഒരു കുറച്ച് ആൾക്കാർ മാത്രമേ പുള്ളി ഫോളോ ചെയ്തുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ സിസ്റ്റമൊക്കെ ഇയാൾ ദൈവം പുത്രനാണെന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലത്ത് എന്തോ കിളി പോയതാണെന്നുള്ള സീനിലാണ് ആൾക്കാർ ഇരുന്നേച്ചത്. പക്ഷെ പിന്നീടാണ് അത് റിവീലായി വരുന്നത്. അപ്പോൾ അതിനൊരു അത് കഴിഞ്ഞിട്ടാണല്ലോ, അത് ടുവേർഡ്സ് ദി എൻഡ് റിസറക്ഷൻ സമയത്താണല്ലോ നമുക്ക് മനസ്സിലാവണത് സാധാരണ ഈ പറഞ്ഞതിൻ്റെ മാറ്റർ എന്നാണ്. അപ്പോൾ അത് തന്നെ ഇപ്പോഴത്തെ കാലത്ത് വന്നാലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, ഒരു പിടിയും കിട്ടില്ലല്ലോ. അത് ഞാൻ 2026 റീപ്ലേസ് ചെയ്തേക്കണം ആക്ച്വലി. ഈ ഇത്തരം സിനിമകൾ വിഷപ്പുമാരാരെയും സിനിമയെ കുറിച്ച് അഭിപ്രായം? ഇല്ല, ഞാൻ അങ്ങനെ നമ്മൾ അത്രയ്ക്കൊന്നും നമ്മളൊരു സിനിമ എടുക്കുക അതങ്ങ് മറക്കുക, പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോയി മറക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനെ പ്രത്യേകത എന്നോട് പറഞ്ഞു പലരും, എല്ലാവരും കുറേ പേര് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് പണിയാവുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ അത് നോക്കിയൊന്നുമില്ല, എനിക്ക് അത്ര പണിയാവുമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു പരിപാടി ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ആ സിനിമ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു, അതിനുവേണ്ടി എന്ത് പണിയെടുത്തിട്ട് അത് എടുക്കുക എന്നുള്ളതാണ്. ബാക്കി നമ്മൾ ഞാൻ നോക്കുമ്പോൾ കൊള്ളാം, റിലീസൊക്കെ ആവുന്നുണ്ട്, നല്ല രസമുണ്ട്. എൻ്റെ ഫ്രണ്ട് തന്നെ, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി തുടങ്ങിയത് ആക്ച്വലി. പിന്നെ അവരുടെ ടേക്ക് ചെയ്തു, അവനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ബേസിക്കലി ഞങ്ങളെല്ലാം കൂട്ടുകാരാണ്. എൻ്റെ അടുത്ത കൂട്ടുകാരാണ് ഫ്രെഡി, അവനാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കണേ. പക്ഷെ അവൻ എൻ്റെ ഒപ്പം ചങ്കുപോലെ നിന്നു എന്നുള്ളതാണ് എനിക്കതിനകത്ത് ഏറ്റവും വലിയത് പറയുന്നത്. കഥ കേൾപ്പിച്ചിട്ടില്ല പിന്നെ ഇല്ല, അവനങ്ങനല്ല. ഞാൻ എന്ത് ചെയ്താലും അവൻ ഓക്കെ എന്നുള്ള സീനിലാണ് അവൻ നിൽക്കുന്നത്. അവൻ എന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരുത്തരാ. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് പള്ളി പോകാറില്ല, രണ്ടുപേരും ഒരുമിച്ച് സഭയിൽ നിന്ന് പുറത്താക്കണ്ടേ, പള്ളി പോയാലും സഭയിൽ നിന്ന് പുറത്താക്കണ്ടേ ഉള്ളൂ. അത് അത്രേ ഉള്ളല്ലോ. ഒരിടത്തുനിന്ന് നമ്മളുണ്ടെങ്കിലല്ലേ പുറത്താക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവനൊരു പേടിയൊന്നുമില്ല. വീട്ടുകാർക്ക് എൻ്റെ പെങ്ങളൊക്കെ പറഞ്ഞു എന്താണ്, പക്ഷേ നമ്മളത് ബോധർ ചെയ്യണ്ടല്ലോ, നമ്മൾ പടം എടുക്കാന്ന് മാത്രമേ ഉള്ളൂ. അല്ല, പെങ്ങളെന്ത് പറഞ്ഞു? പെങ്ങള് പറഞ്ഞൊന്നുമില്ല, ചേട്ടാ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സൂക്ഷിക്കാൻ, ഇപ്പൊ അവള് UK-ലാണ്, നീ അവിടെ ഇരുന്ന് സൂക്ഷിച്ചാൽ മതി, ഞാനിവിടത്തെ കാര്യം നോക്കിക്കോളാം അല്ലേ. പക്ഷേ ഇത്തരം ഒരു സിനിമകൾ ചെയ്യാനൊരു തൻ്റെടം വേണം അല്ലേ. നമ്മൾ പല സിനിമകളും ചർച്ച ചെയ്യപ്പെടുന്ന സിനിമകളുണ്ട്. പക്ഷെ ഇത് നമ്മളൊരു മതത്തിൽ കയറി കൈവയ്ക്കുമ്പോൾ പൊള്ളും. അപ്പോൾ ഏത് മതമാണെങ്കിലും, ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മതത്തിൽ കയറി അത് വെക്കാനുള്ള തൻ്റെ ഇടം വരാനുള്ള കാരണം എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ? അല്ല, ബേസിക്കലി എനിക്ക് ഈ പണ്ടേ ഞാൻ TV പ്രോഗ്രാം ചെയ്തിരുന്ന സമയത്ത്, ഞാൻ ഇൻട്രോൽ ചെയ്തിരുന്ന സമയത്ത് നമ്മൾ അന്നത്തെ മലയാള സിനിമ സ്പൂഫ് ചെയ്യായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ആദ്യമായിട്ട് അങ്ങനെ ചെയ്യണേ. അപ്പോൾ ആൾക്കാർ ചോദിക്കും പേടിയാവില്ല എന്ന് ചോദിക്കും. അന്ന് എനിക്കത് ബോധമില്ല. ഇത് നമ്മൾ തമാശ ഉണ്ടോ എന്ന് മാത്രമേ നോക്കണുള്ളൂ. ഇത് കണ്ടന്റ് കൊള്ളാന്ന് മാത്രമേ ഉള്ളൂ. ആ കഥ കേട്ടപ്പോൾ, ഈ കഥ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇത് കൊള്ളാല എന്നുള്ള ഒരു സാധനം നമ്മുടെ കുറേ ദിവസം നമ്മുടെ പുറകെ വരുമല്ലോ. ഇത് ചെയ്യണമെന്നും നമുക്ക് കുറേ കഥ വരുമ്പോഴും, ഇപ്പോൾ കുറേ കഥ ഉണ്ടെങ്കിലും ഒരു കഥ പുറത്ത് ഫ്രണ്ടിൽ കിടന്ന് നമുക്ക് ഇങ്ങനെ തോന്നൂലേ, ഇത് ചെയ്തേ പറ്റൂ എന്നൊരു തോന്നൽ വരുമല്ലോ. അത് വല്ലാണ്ട് നമുക്കൊരു ഇത് കിട്ടൂലേ, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നിയ നമ്മൾ ചില കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു മോളിൽ നിന്ന് ഒരു സാധനം തോന്നിക്കില്ലേ, ഇത് ഇപ്പോൾ ചെയ്യേണ്ടതാണെന്ന് തോന്നിക്കില്ലേ. അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വന്നപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, നമ്മൾ കറക്റ്റായിട്ടുള്ള ആൾക്കാർ വന്ന് വീഴുന്നു, നമ്മൾ ചുമ്മാ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാ ഹെൽപ്പുകളും കറക്റ്റാവുന്നു,
നമുക്ക് പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ റൈറ്റ് ഇൻ പ്ലേസ് വരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് കൊള്ളാലോ. ഇപ്പം വെറുതെ പടം കഴിഞ്ഞിട്ട് ആരും മ്യൂസിക് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ പൊതുവെ എൻ്റെ പടങ്ങളൊക്കെ ഞാനേ മ്യൂസിക്. അപ്പോൾ ഞാനൊരു ദിവസം ഇപ്പോൾ ആരും മ്യൂസിക് ചെയ്യുമെന്ന് ആലോചിക്കുന്നു. അപ്പോൾ ഒരു പുതിയൊരു ഞാൻ വെച്ച് ഞാൻ മ്യൂസിക് ചെയ്തിട്ട് ഒരുത്തരെ കൊണ്ട് പ്രോഗ്രാം ചെയ്യിക്കുക. പക്ഷെ അവൻ രാവിലെ 6 മണിക്ക് പോലെ 9 മണി വരെ അത് കഴിഞ്ഞ് അവന് കോളേജ് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ 6 മണിക്ക് എഴുന്നേക്കത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എഴുന്നേറ്റപ്പോൾ 11 മണി. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇവനും ഫ്രെഡി എല്ലാവരും കൂടി വന്നേക്കണം പുറത്ത്. ഇവർ വിചാരിച്ച് ഞാൻ രാവിലെ 6 മണിക്ക് പോയിരുന്നു. ആ പേടിക്ക് ഞാൻ വെറുതെ ഗോപി സുന്ദറിനെ വെറുതെ ഡയൽ ചെയ്താൽ ഗോപിച്ചേട്ടൻ പൈസയൊന്നുമില്ല, ഒരു ചെറിയ പടമുണ്ട് കാണാൻ ചോദിച്ചപ്പോൾ നീ ആദ്യം കൊണ്ട് കാണിക്കുന്നു. കണ്ടപ്പോൾ ഗോപിച്ചേട്ടൻ പറഞ്ഞു എടാ ഇത് പൈസ ഒന്നും പ്രശ്നമില്ല, ഞാൻ ഈ പടം ചെയ്യട്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഫോൾ ഇൻ പ്ലേസ് ആയില്ലേ. അപ്പോൾ നമുക്കൊരു ഓരോ കാര്യങ്ങൾ നമുക്ക് ഫോൾ പ്ലേസ് ആകുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഇത് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആക്ച്വലി നമുക്ക് ഓരോ കാര്യങ്ങളുടെ റൈറ്റ് സിഗ്നൽസ് കാണുമ്പോൾ ഇത് നല്ലതായിരിക്കും നമുക്കൊരു ഇൻഡ്യൂഷൻ പോലെ തോന്നും. ഞാൻ ഒരിക്കലും ഈശ്വര വിശ്വാസിയല്ല. അത് വിശ്വാസിയാണ് വിറ്റല്ലേ. അല്ല വളരെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനൊരു സിനിമ ഒരിക്കലും ഒരു പ്രൊപ്പഗണ്ട സിനിമയോ ഒന്നിനും താത്തിക്കുന്ന സിനിമയല്ല ഇത്. ഇത് അദ്ദേഹം ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നതിനെ കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ള കുറച്ച് അറിവുള്ള ആളാണ്. ഇപ്പം ബേസിക്കലി മനുഷ്യനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും സ്നേഹിക്കാനും ഉള്ളൊരു മനുഷ്യനാണ് ആറ്റ്ലി. ഓക്കെ, അദ്ദേഹം അങ്ങനെ ഒരു സിനിമ ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റിക്കെതിരെയും ചെയ്യില്ല, മനസ്സിലല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് സിനിമയാണ് ചെയ്യുന്നത്. അതിനകത്ത് അദ്ദേഹത്തിനെ കുറിച്ച് പൂർണ്ണ ബോധമുണ്ട്. അല്ലാതെ ഇപ്പം നമുക്ക് ഇപ്പം ആസ് എൻ ആക്ടർ നമ്മുടെ ഒരു സാധനം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവോ അങ്ങനത്തെ ഒന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ. അതിനർത്ഥം അദ്ദേഹം ക്ലിയർ ആണ്, മനസ്സിലായില്ലേ. മൊത്തം കണ്ടോ പടം കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അതല്ല അതിനകത്ത് അങ്ങനെ ഇത് ബേസിക് നമ്മൾ ശരി നമുക്കൊരു വിവാദ സിനിമ എടുത്തിട്ട് വിവാദമാക്കിക്കളെ അങ്ങനെ നമ്മൾ ഉണ്ടാക്കില്ല. അങ്ങനെയാണ് നമ്മൾ ആ മോട്ടീവ് എടുക്കില്ല. അത് ഒരു സാധനമല്ലല്ലോ, നമുക്കൊരു സിനിമ എടുക്കാനുള്ള ഒരു കിക്കല്ലല്ലോ അത്. നമുക്കൊരു ഒരു സാധനം പറയാൻ തോന്നുന്നതാണല്ലോ നമുക്കൊരു ഇതുള്ളത്. ആ സാധനം പറയാനുള്ള ഒരു സാധനം അതിനകത്ത് ഒന്നുമില്ല. ഈ പറഞ്ഞ ഒരിക്കലും ഒരു വിവാദ കണ്ടന്റൊന്നും അല്ലത് ആക്ച്വലി. പിന്നെ നമ്മൾ സത്യം പറയുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു തോന്നിയാലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ല ഇതിൽ പറഞ്ഞൊക്കെ സത്യമാണല്ലേ? 100% അങ്ങനെ തന്നെ 100%. അപ്പൊ ഈ സിനിമ കണ്ടതിന് ഒരു വിശ്വാസിക്ക് തീരുമാനിക്കാം ഐ ഓപ്പണറാണ്. അങ്ങനെയാണ് ഐ ഓപ്പണറാണ് അതല്ലേ? ഐ ഓപ്പണർ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ബേസിക്കലി ഇത് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വേറൊരു തരം പൊളിറ്റിക്സ് ആണ്. സ്പിരിച്വൽ പൊളിറ്റിക്സ്, ഞാൻ റിലീജിയസ് പൊളിറ്റിക്സ് അല്ല. അവിടെയാണ് പ്രശ്നം. റിലീജിയസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആണ് സ്പിരിച്വൽ പൊളിറ്റിക്സ്. ബിഹൈൻഡ് ദ കാണാത്ത വേൾഡിൻ്റെ പൊളിറ്റിക്സ് ആണല്ലോ, കാണുന്ന വേൾഡിൻ്റെ കാര്യങ്ങളാണല്ലോ നമ്മൾ പറയുന്നത് സാധാരണ. റിലീജിയസ് വിശ്വാസമാണ്. ശ്രീജയ്ക്ക് ഭയങ്കര സംശയം വിശ്വാസമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര വിശ്വാസം പോയി എടുത്തിട്ട് വിശ്വാസിയാണ് ശ്രീജ, വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ? അതെ. അതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല. ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ വിപിൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചിന്തിക്കും, അത് വെച്ചൊരു സിനിമ ചെയ്യാം, അത്രേ ഉള്ളൂ. ഓവർ തിങ്ക് ചെയ്തിട്ട് കഥ മൊത്തം കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും ശ്രീജ ചിലപ്പോൾ ചെയ്യില്ലായിരിക്കും. ഞാൻ ചെയ്യും, അത് ഞാൻ ചെയ്യും, അത് ഉറപ്പായി ചെയ്യും. പക്ഷെ ഞാൻ വിപിൻ അങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ട് ഇപ്പൊ അങ്ങനെയൊന്നും വിവാദം ഉണ്ടാക്കാം അങ്ങനെയൊന്നുമില്ല. ആളൊരു ത്രെഡ് കിട്ടി അത് പിന്നെ സിനിമയാക്കണം. നമ്മൾ ഐഡിയ തന്നെ ഞങ്ങൾ ഷൂട്ടിലെടുത്തപ്പോൾ നമ്മൾ കോസ്റ്റ്യൂമർ സുനിൽ ജോർജ് ഉണ്ട്. അവനാ പറഞ്ഞത് ഒരു കാര്യം ചെയ്യും, ലാസപ്പറിന്റെ ഫോട്ടോ എടുക്കണം. ശരിയാണ്, ലാസപ്പർ എടുക്കാം. പടത്തിൽ സീനുണ്ട് ലാസപ്പർ. ശരി, ഓക്കെ, നമുക്ക് പോസ്റ്റർ ആക്കാം. അല്ല വിപിൻ പ്ലാനിങ് ഞാൻ പ്ലാൻ ചെയ്തിട്ട് പോലും ചെയ്യുന്നത്. ഇതിലേറ്റവും ചലഞ്ച് ഇപ്പോൾ ഈ സിനിമ കണ്ട് മൊത്തം ചെയ്തോളൂ, ഇതിലേറ്റവും ചർച്ച ചെയ്യപ്പെടുമെന്ന് എല്ലാം ചർച്ച ചെയ്യുന്നത്, അതിൽ ഏറ്റവും ആളുകളിലേക്ക് എത്തി അതൊരു വേറെ രീതിക്ക് വേറെ തലത്തിൽ ചർച്ചയിലേക്ക് പോകുന്നുള്ളൊരു സീൻ മനസ്സിലേതാ ഉള്ളത്? എനിക്ക് ബേസിക്കലി ഈ ഒരു ഇന്റർവ്യൂ സീനുണ്ട്. അത് ഒരു അച്ഛനായിട്ടൊരു ഡിബേറ്റ് ഉണ്ട്. അത് പിന്നെ ഈ പറയുന്ന സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ജസ്റ്റ് ആ ക്യാരക്ടർ ഇത്രയും പേര് ഈ ബൈബിൾ പോലത്തെ ഒരു കഥയായതുകൊണ്ട് നമുക്ക് ഇത്രയും ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കിടക്കുകയാണല്ലോ. എന്നാലും നമുക്ക് ഇവർ ആരാന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ഉള്ള സാധനങ്ങൾക്കൊക്കെ പിന്നെ അങ്ങോട്ട് പോകുന്നതൊക്കെ ഇച്ചിരി പ്രശ്നമുള്ള സാധനങ്ങളാണ്. എന്നാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ല, ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ജീവിതത്തിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ തോന്നാട്ടോ, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പണ്ടത്തെ ആൾക്കാർക്ക് ഇരിക്കും, ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരു എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ എനിക്ക് തോന്നിയേക്കണേ. നമ്മൾ പറയാത്ത സാധനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അറിയാവുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, പക്ഷെ നമ്മൾ പറഞ്ഞിട്ടില്ല, അത്രേ ഉള്ളൂ. അല്ല, അത് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടായിരിക്കും പറയാത്ത, അല്ലേ? മീഡിയ ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ലേ. ഇപ്പൊ അവർക്കൊരു ആ വീഡിയോ ഉണ്ടാവും, അത് ശരിയാ. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പം അത്രയും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ
പേടിക്കേണ്ട കാര്യമുണ്ടോ ഇപ്പോഴത്തെ കാലത്താണ് ഞാൻ അറിയുന്നത്? പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പേടിയായിരിക്കില്ല, എനിക്കോട് അത്ര ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവരത്ര ചിന്തയിലേക്ക് എത്തിയിട്ടില്ല. എത്തിയിട്ടുണ്ടാവില്ല. അത് ആലോചിക്കേണ്ട ആവശ്യം ഉണ്ടായിക്കാണില്ല. ഈ സിനിമയോട് കൂടി അവർക്ക് ചിന്തയിലേക്ക് എത്തും. ആൾക്കാർക്ക് ഒരു തോട്ട് പ്രോസസ് ഓപ്പൺ ചെയ്ത് സിനിമ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇപ്പം പറയാൻ കുറെ ആളുകൾ എനിക്ക് പറയാൻ വെച്ചതാണല്ലോ ഇത്. 100% എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇത് ഈ നമ്മൾ ഒരാളും ട്രൈ ചെയ്യാത്തൊരു പരിപാടിയാണെന്നുള്ള എനിക്ക് ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്ന കഥയുടെ ഒരു ഇന്നർ മീനിങ്ങും ആ ലെവൽ തന്നെയാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയേക്കണം കേട്ടോ. നമ്മുടെ തോന്നലാണ്. പക്ഷെ ഇതിനകത്ത് മാക്സിമം ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഈ ഇന്നപ്പോൾ ഡെവിളും ഗോഡും തമ്മിലുള്ള ഒരു വാറാണ് ആക്ച്വലി, ഹ്യൂമൻസ് തമ്മിലുള്ളതല്ല. അപ്പം അതാണല്ലോ ശരിക്കും നമ്മുടെ ബേസിക് കണ്ടന്റ്. അതാണ് സ്പിരിച്വലായപ്പോൾ. മറ്റേത് രണ്ടച്ഛന്മാർ തമ്മിൽ, അല്ലെങ്കിൽ ഒരാൾ കുറച്ച് ആൾക്കാരും തമ്മിൽ, അല്ലെങ്കിൽ കുറച്ച് റിലീജിയസ് ആൾക്കാരും വേറെ അതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരും തമ്മിൽ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സ്ട്രെയിറ്റായി. ഇതങ്ങനല്ല, ഇത് അതിൻ്റെ ബാക്കിലുള്ള സ്ഥാനങ്ങളാണ്. വാറ് കിടക്കുന്നത് അപ്പുറത്താണ്. പക്ഷെ നമ്മളാണല്ലോ അതിനകത്ത് അനുഭവിക്കുന്നതും, നമ്മളാണല്ലോ അതിനകത്ത് പെടുന്നതൊക്കെ. ഇത്തരം സിനിമകൾ ആളുകൾ കാണട്ടെ, കണ്ടിട്ട് തീരുമാനിക്കട്ടെ ഞാൻ പറയുന്നത്. അത് കാണാൻ പറ്റുന്നൊരു പാക്കേജിങ്ങിൽ ആക്കലായിരുന്നു ഇതിനകത്തുള്ള ഇരിക്കുള്ളൊരു അതായിരുന്നു ടാസ്ക്. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കഥ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു എൻ്റർടൈനിങ് പരിപാടിയിൽ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ഇതേ ഐഡിയ തന്നെ നമുക്ക് മറ്റേ രീതിയിൽ പറയാം. പക്ഷെ അത് ഭയങ്കര പേഴ്സണലും കുറച്ച് ആൾക്കാരിലേക്ക് മാത്രം തന്നൊരു ഈ പറയുന്ന മാറ്റർ എത്തൂല. നമ്മൾ വെറുതെ വളരെ കുറച്ച് ആൾക്കാർ മാത്രം IFFK അല്ലെങ്കിൽ ഫിലിം സൊസൈറ്റീസ് മാത്രം എത്തുന്നൊരു സ്ഥലത്തോട്ട് മാറും. അതങ്ങനെ എത്തരുതെന്ന് എനിക്കൊരു ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതിന് മാക്സിമം കമേഴ്ഷ്യലൈസ് ചെയ്ത് തന്നെ ഇത് ചെയ്യണം. ഇതൊരു ആൾക്കാർക്ക് സാധാരണ ഒരു നമ്മുടെ സിനിമ കാണുമ്പോഴുള്ള എല്ലാ തമാശയും മ്യൂസിക്കും അതിൻ്റെ ബഹളങ്ങളും ഒക്കെ വേണം. പക്ക എൻ്റർടൈനർ സിനിമ കാണുന്ന പാക്കേജിങ് തന്നെ വേണം നിർബന്ധം പിടിച്ചിട്ട് ഞാൻ അതനുസരിച്ച് സെറ്റ് ചെയ്തെടുത്താണ്. ഇപ്പോൾ ഓരോ ശിഷ്യന്മാരെ കാണിക്കുന്നു, 12 പേരുടെക്ക് 12 ഇൻട്രഡക്ഷൻസ്. അപ്പോൾ 12 ഷൂട്ട് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ സാധാരണ രീതി മറ്റേ പടമാകുമ്പോൾ അത് ഫണ്ണി ആയിരിക്കണ്ടേ. അപ്പോൾ മറ്റത് നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഒരാൾക്ക് തോന്നുന്നു ക്രൈസ്റ്റ് ആണെന്ന്, അയാളിങ്ങനെ ഭയങ്കര വേറൊരു രീതിയിൽ ഷൂട്ട് ചെയ്യുക. അത് മാറ്റിയിട്ട് ഈ രീതിയിലാക്കാൻ നല്ല പണിയായിരുന്നു. ഈ വിശ്വസിക്കുന്നവർ മണ്ടന്മാരാവുക. വിശ്വസിക്കുന്നവർ അല്ല, ബേസിക്കലി വിവരമില്ലാത്ത ആൾക്കാരാണ് ഇങ്ങരുടെ കൂടെ നടന്നു എന്നാണ് അന്നത്തെ കാലത്ത് വിശ്വസിച്ചിരുന്നത്. അങ്ങനത്തെ ആൾക്കാർ തന്നെ ആണെന്നല്ലോ. ഇപ്പം അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. കാരണം അന്നത്തെ കാലത്ത് ബേസിക്കലി ഇങ്ങനെ ക്രൈസ്റ്റിൻ്റെ റിസറക്ഷന് മുമ്പ് മറ്റുള്ളവർ വിചാരിച്ചിരുന്നത് ഇയാൾക്ക് ആൾക്കാർ പറയുന്നുണ്ട് ഇത് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇയാൾ ഒറ്റയ്ക്ക് ഇയാൾ ദൈവമാണെന്നോ അല്ലെങ്കിൽ ദൈവത്തിനാണെന്നോ പറയുന്നിടത്തൊക്കെ ചില ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ സമൂഹം ഇങ്ങനെ പുള്ളിയെ കണ്ടിരുന്നത് നമ്മൾ ഇതുവരെ സ്റ്റഡി ചെയ്തിട്ടില്ല. പുള്ളിനെ കണ്ടിരുന്നത് ഇപ്പോൾ ഒരാൾ വന്നാൽ എങ്ങനെ നമ്മൾ കാണുന്നുള്ളതിൻ്റെ പോലെ തന്നെയാണ്. അന്നത്തെ കാലത്ത് പുള്ളി വന്നപ്പോൾ എങ്ങനെയാണോ സൊസൈറ്റി കണ്ടിരുന്നതിൻ്റെ ഇപ്പോഴത്തെ കാലത്ത് പുള്ളി വന്നാൽ എന്തായിരിക്കും സൊസൈറ്റി എങ്ങനെ ഇരിക്കും ഇത് കാണുക എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ് ബേസിക്കലി. അപ്പം അവിടെയാണല്ലോ പ്രശ്നം. എൻ്റെ പ്രശ്നം ഞാൻ ഡീറ്റെയിൽസിലേക്ക് സാധ്യത എന്താ പറയണത്, എനിക്കിതിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതല്ല, ഇപ്പം ഈ കല ഇല്ലെ പാട്ട് എന്താണെങ്കിലും അത് മനുഷ്യനെ ഒരുമിപ്പിക്കാനുള്ളതാണ് അല്ലേ, ഇല്ല നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്താനുള്ളതാണ്. അവിടെ ഒരു പ്രൊപ്പഗൻഡയായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന സമയത്ത് വിനാട്ടിലി ഒരിക്കലും ഈ സിനിമ ഞാൻ ഇയാൾ അറിയുന്നതുകൊണ്ടും ഈ സിനിമ ഫുള്ളി ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ പോലും ഞാൻ പറയുന്നു ഇതൊരിക്കലും അങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കില്ല. ഇത് അദ്ദേഹത്തിന്റെ ഒരു തോട്ട് പ്രോസസ് ആണ്. അതിൻ്റെ ഒരു സത്യസന്ധതയും എല്ലാ ഈ സിനിമയിലും ഉണ്ടാവും. നമ്മൾ തിയേറ്ററിൽ പോയി ഒരു കൊമേഴ്ഷ്യൽ സിനിമ കാണുന്ന എല്ലാ ആസ്പെക്ട്സും നിങ്ങൾക്ക് സിനിമ കണ്ട് ചിരിച്ച്, എന്നാൽ അതിനകത്ത് നിങ്ങൾക്ക് എടുക്കാം, മനസ്സിലായി, എടുക്കേണ്ടത് നിങ്ങൾ വിടുക, അത്രേ ഉള്ളൂ. ഒരു സിനിമയായിട്ട് കാണുക. എന്നാൽ മ്യൂസിക്കൽ ചെയർ എനിക്ക് ഫിയർ ഓഫ് ഡെത്ത് ഉണ്ടായിരുന്നു, ഭയങ്കര മരണം. ഇപ്പോഴും ഉണ്ട്. രാത്രി 6 മണി മുതൽ രാവിലെ 6 മണി വരെ നമ്മുടെ റിനേ മെഡിസിറ്റിയിലെ ക്യാൻറ്റീനിൽ ഇരിക്കും. കാരണം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ICU കാണാം, ഇവിടെ മറ്റേ ഹാർട്ട് സർജന്റെ ഡോക്ടർ, ആ 3 റൂം കണ്ടാൽ മതി, അന്നേരം പുള്ളിക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ പുള്ളിക്ക് പയമ്പൂരി ഫ്രീ ആണ്, ചായ ഫ്രീ ആണ്, ഡെയിലി പോയി മനസ്സിലായില്ലേ. ആ ഫിയർ ആണ് പുള്ളിയുടെ മ്യൂസിക്കൽ ചെയർ. ആ സിനിമയാണ് ഇവിടെ IFFK ബെസ്റ്റ് പുള്ളിയെ ഡയറക്ടറായിട്ട് ഏറ്റെടുത്തത്, മനസ്സിലായില്ലേ. അടുത്ത സ്ക്രിപ്റ്റ് സ്റ്റോറി പറയണെങ്കിൽ നമ്മളെ വിളിക്കുന്ന ആ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ ആണ് പുള്ളിയുടെ ഹബ് സ്പോട്ട്. അപ്പൊ ഞാൻ ചെന്ന് ഇവിടെ വന്നിരിക്കുന്നത്, അപ്പൊ എന്നോട് എത്തി അങ്ങോട്ട് നോക്കി, ഞാൻ നോക്കിയപ്പോ ICU, ഇങ്ങോട്ട് നോക്കി ഹാർട്ട് സർജറി, മറ്റേ ഡോക്ടറിന്റെ മെയിൻ സ്പെഷ്യൽ. ഞാൻ എന്തിനു പേടിക്കണം, ഓടിക്കേറിയാ പോരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ. പുള്ളി മുകളിൽ പോത്തില്ലല്ലോ,
മോളി പോത്തില്ല തിയേറ്ററിനകത്ത് ഒരുപാട് എനിക്ക് കയറി ഞാൻ നമുക്ക് ഒരു സിനിമ കാണാൻ വേണ്ടി നമ്മൾ ഇത്ര അകത്ത് കയറി ഒരു ഭയങ്കര മുകളിനകത്ത് ചെന്നിട്ട് അടച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്കത് ഭയങ്കര ആങ്സൈറ്റി വരും. അത്ര എനിക്ക് നമുക്ക് നേരെ കയറി കിടക്കുമ്പോൾ ഡോർ അടച്ചിട്ടാണ് കിടക്കുക. ഞാൻ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. എനിക്ക് പേടിയിട്ട അങ്ങനത്തെ പേടികൾ എനിക്കുണ്ട്. ഇങ്ങനത്തെ പേടികളുള്ള ആളാണ്. അതെ എടുത്ത് യേശുവിൽ വിശ്വസിക്കാതെ ഇറങ്ങി നടക്കുന്നത്. അല്ലല്ല, യേശു വിശ്വാസമാണ്. ക്രൈസ്റ്റ് ബിലീവറാണ് ഞാൻ. ആ ബിലീവർ ഒരു ക്രൈസ്റ്റ് ബിലീവർ സിനിമയാണത്. ഇതൊരു പ്രശ്നം. എനിക്ക് മ്യൂസിക്കൽ ചെറിയ ഫിയർ ഓഫ് ഡെത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയാണ് ഒരു പടം എടുക്കുന്നത്. എനിക്ക് രാത്രി ഉറങ്ങാനും പറ്റില്ല. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാം എൻ്റെ ആ മാനസിക രോഗം ഭയങ്കരമായിരുന്നു. അപ്പം അത് ഉമ്മരൊക്കെ ഒരു അനുഭവിച്ചതാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് നെഞ്ചൊരു ഇപ്പൊ ചത്തോതിയായിരിക്കും. അങ്ങനെ എല്ലാ ദിവസവും രാത്രി കൂട്ടുകാർക്ക് മെസ്സേജ് ചെയ്യും, ഇന്ന് രാത്രി മരിക്കുകയാണ് മെസ്സേജ്. അപ്പൊ വാട്സപ്പിൽ കാണുമ്പോൾ അവന്മാർ ഇല്ലെന്ന് പറഞ്ഞ് പോയിക്കോ. അപ്പൊ ഞാൻ എന്റെ ഡെത്തിനെ തോപ്പിച്ചല്ലോ, കാരണം ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ. വെള്ളപ്പൊക്കം വന്നില്ലേ, വെള്ളപ്പൊക്കം അമ്മയുടെ ചോദിച്ചു വരുന്നോ, അമ്മ പറഞ്ഞില്ല വരില്ല. അപ്പൊ തന്നെ പുള്ളി വണ്ടി എടുത്ത് കോയമ്പത്തൂർ മലയുടെ വെളിപ്പേറിയിരുന്നു. അമ്മ വിളിക്കുക, വെള്ളപ്പൊക്കം വന്നാലും മലയുടെ പുറത്ത് വെള്ളം വരില്ല. ഞാൻ തമിഴ്നാട് പോയി കളഞ്ഞു. ഞാൻ നോക്കുമ്പോ ആരും വരുന്നുമില്ല. ഞാൻ വിചാരിച്ചത് അത് പേടിയിട്ട് എനിക്ക് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ എനിക്ക് നേരെ പേടിയാണ്. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് മരണഭയവും കൂടുതലായിരുന്നു. എനിക്കിവിടെ എല്ലാവർക്കും ഉണ്ട്, പറയാത്തതെന്ന് തോന്നുന്നു ആൾക്കാർ. അല്ലെങ്കിൽ രാവിലെ നിന്നിട്ട് ഭയങ്കരമായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നെഞ്ചുവലൊന്ന് ചത്തുവെന്ന് വിചാരിച്ചിട്ട് നടക്കണതാണ് എന്നൊക്കെ തോന്നുന്നു. പക്ഷെ പറയില്ല നമ്മൾ ഹെൽത്തി ആണെന്നൊക്കെ പറയുന്നത് മാത്രം. അപ്പൊ എനിക്ക് അങ്ങനെ ആ പേടി ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ അത് മാറാൻ വേണ്ടി ഒരു പടം എടുത്തു. അപ്പൊ ആ പടം ഇങ്ങനെ എൻ്റെ പേടികളെല്ലാത്തുണ്ട്. പക്ഷെ അത് ഞാൻ എടുത്തത് കുറച്ച് ഓഫ് ബീറ്റ് ആയി പോയി. പക്ഷെ ഇത്തവണ എന്റെ വേറൊരു കാര്യം പറയാൻ കുറച്ച് കമേഴ്ഷ്യൽ എടുക്കേണ്ടി വന്നു. അതാണ് എന്റെ വ്യത്യാസം. അതാണ് ഒരു വ്യത്യാസം. ആ വ്യത്യാസത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ആ മറ്റേതിന്ന് ഇതിലോട്ട് മാറി. നേരത്തെ ഞാൻ ചോദിച്ചു, ഒന്നും കൂടെ ചോദിക്കണം. അന്ന് യേശു ക്രിസ്തു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വിഡ്ഢികളാണ് കൂടിയത്. അതെ അല്ലേ? അതായത് ഒരു കൂട്ടം ആൾക്കാർ വിഡ്ഢികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെയിം ക്വസ്റ്റ്യൻ ആണ്. അല്ല കറക്റ്റ് ആണ്. അതായത് അതല്ല ഞാൻ പറഞ്ഞു. വിഡ്ഢികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ സമൂഹമേള കണ്ടിരുന്നത്, ഒരു ക്രൈസ്റ്റിനെ കണ്ടിരുന്നത് ഒരു വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പുള്ളിനെ ബിലീവ് ചെയ്തിരുന്നു. അതിന് ശേഷം പുള്ളി റിസറക്ഷന് ശേഷമാണ് ഈ ആൾക്കാർ പ്രസംഗം കേട്ട ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പക്ഷെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അതുകൊണ്ടാണല്ലോ കുരിശി തെറിച്ച് കൊല്ലേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ കുരിശി തെറിച്ച് കൊല്ലേണ്ടി വരുന്നത് ഒരു സമൂഹം എതിരായതുകൊണ്ടാണല്ലോ. ഉറപ്പായിട്ടും വിശ്വസിക്കാത്തതുകൊണ്ടും അതിന് അവരുടെ വിശ്വാസങ്ങൾക്കെതിരെ സംസാരിച്ചതുകൊണ്ടും നിലവിലുള്ള സെറ്റപ്പിനെതിരെ സംസാരിക്കുന്നുണ്ട്. സിസ്റ്റത്തിനെതിരായിട്ട് സംസാരിക്കുമ്പോഴാണല്ലോ അതിന് ക്രൂസിഫിക്ഷൻ വരുന്നത്. അത് ഇപ്പോഴത്തെ കാലത്ത് സംഭവിച്ചാൽ അങ്ങനെ ആയിരിക്കുമല്ലോ സംഭവിക്കുക. അപ്പം സെറ്റപ്സ് മാറത്തില്ലേ? ആളിപ്പോൾ വന്നാൽ എന്ത് പറ്റും? അതാണ് എൻ്റെ ഐഡിയ. അന്ന് കുരിശിൽ തറച്ച് കൊന്നു ഈ പറഞ്ഞ പോലെ. ഇപ്പൊ എങ്ങനെ കൊല്ലും? ഇപ്പൊ പുള്ളി പറയും. ഇപ്പൊ വന്ന പുള്ളി എന്ത് പറയും? അന്ന് പുള്ളി പറ്റേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആ വെർഷന്റെ 2026 വെർഷൻ എന്തായിരിക്കും? അതിനെ ഫണ്ണി ആക്കുകയും എന്റർടൈനിങ് ആക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചേക്കുന്നത്. കുരിശിൽ കിടക്കുന്ന യേശു ഇറങ്ങി ഒരു തോന്നുന്നു ഈ കണക്കിന് പോയാ. അതൊക്കെ രസമായിട്ട് ചെയ്തേക്കണേ. അത് പക്ഷെ അത് നമ്മളെ വീടുകളിൽ യേശു വീടിന്റെ നാഥൻ അല്ലേ, ക്രിസ്ത്യ വീട്ടിലൊക്കെ. അതെന്തിനാണ് എഴുതുക അങ്ങനെ? അത് ബേസിക്കലി അത് ചിലരുടെ വിശ്വാസമാണ്. പിന്നെ സേഫ്റ്റി ആണെന്നൊരു ഫീലിംഗ് ആണ് അവർക്ക്. പക്ഷെ അത് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല, മൈൻഡിലല്ല അത് വേണ്ടതെന്നുള്ളതാണ്. നമ്മൾ ഭയപ്പെടുമ്പോൾ ഈശോ എന്ന് വിളിക്കാറില്ലേ? ഉറപ്പായിട്ടും. വിശ്വാസമല്ലേ ആ വിശ്വാസം? അതെ ഓഫ് കോഴ്സ് അതിന് തെറ്റില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ബേസിക്കലി ഓരോരുത്തരുടെ നമ്മളെ വീട്ടിലെഴുതി വെക്കുന്നു. ഇപ്പം എൻ്റെ വീട്ടിലെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ അല്ല, നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്നത് ബേസിക് കാര്യങ്ങളെക്കുറിച്ചല്ല. കുറച്ചുകൂടെ ഇന്നർ മീനിങ്. ഇപ്പം എല്ലാത്തിലും ഉണ്ടല്ലോ ഒരു ഇന്നർ മീനിങ്. എല്ലാ റിലീജിയൻസിനും ടെക്സ്റ്റിനും ഒരു ഇന്നർ മീനിങ് ഉണ്ടല്ലോ. ആ ഇന്നർ മീനിങ് ആണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. അത്ഭുതങ്ങൾ പലതും സംഭവിക്കും ഓഫ് കോഴ്സ്. അല്ല അത് നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പരിപാടി നമ്മൾ മര്യാദയ്ക്ക് ചെയ്യുക. എനിക്ക് ക്യൂബിക് കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. അതോടെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഈ സിനിമയിൽ എനിക്കൊരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. നിനക്ക് പടത്തിനകത്തൊരു അത്ഭുതം സംഭവിക്കുന്ന സീൻ. ആ ഡയലോഗും ഭയങ്കര, ഇവളുടെ ഡയലോഗും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയിൽ അഭിനയിച്ച വേറെ എന്താ അത്ഭുതം? അതല്ല. പക്ഷെ ഒരുപാട് നമുക്ക് ഞാൻ പൊതുവെ പറയുന്നത് ഒരു ഈ സിനിമയിൽ ഷൂട്ട് ചെയ്ത ശേഷം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഹാർഡ് ഡിസ്ക് അടിച്ചു പോലെ ഗോപിച്ചേട്ടൻ്റെ ടി വിയിൽ കൊണ്ടുപോയി ഞാൻ പടം ഇട്ടു. അപ്പോൾ ഗോപിച്ചേട്ടൻ ഹാർഡ് ഡിസ്ക് ഒക്കെ വെറുതെ അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടി വി ഒക്കെ അടിപൊളിയുണ്ട്, അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ ഗോപിച്ചേട്ടൻ്റെ മുകളിലത്തെ വലിയ ടി വിയിൽ കുത്തിയിട്ട് താഴെ വരുന്ന ഒറ്റ ടി വി അടിച്ചു പോയി. അങ്ങനെ ഒരുപാട് ഭയങ്കര രസമുള്ള ഇൻസിഡൻസ് ഉണ്ട്. DA ചെയ്യാനൊരു ആൾ വന്നു. അയാൾ വന്നിരുന്നു. അയാൾ അപ്പം തലകറക്കി എന്തോ പറ്റിയിട്ട് അയാളെ ഹോസ്പിറ്റലിൽ
കളർ കറക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നു. അയാൾക്ക് സുഖമില്ലാണ്ട് അപ്പൊ തന്നെ സുഖമില്ലാണ്ടായി. പുള്ളി സുഖമില്ലാതെയായി. അപ്പൊ തന്നെ സുഖമില്ലാണ്ടായി. അയാൾ പോയിട്ട് അയാൾ തിരിച്ചു വന്നിട്ട് മൂക്ക് സുഖമില്ലാണ്ടായി. അങ്ങനെ അവിടെ അയാൾക്ക് പറ്റിയില്ല. അപ്പൊ നോക്കുമ്പോ എന്തൊക്കെ നമ്മള് അപ്പൊ അങ്ങനത്തെ ലോട്ട് ഓഫ് ഇൻസിഡൻസ് ആയിരുന്നു. അതെനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇന്ന് ഇന്റർവ്യൂവിന് വരാൻ പറഞ്ഞപ്പോ ഇന്നലെ തന്നെ സാജിദിന് അത്ഭുതം ഉണ്ടായി. വീട്ടില് സാജിദ് പ്രശ്നമുണ്ടോ ഈ സിനിമ? അല്ല, എനിക്ക് അങ്ങനത്തെ കുറെ ഞങ്ങൾ DI ചെയ്യുന്ന അയ്യപ്പനുണ്ട്. ഒരു വിഷയമില്ലാത്ത വീട്ടില് ക്ലോസ് എടുത്തിട്ട് വന്ന് വീട് ക്ലോസ് എടുത്തിട്ട് ഒന്ന് വീട് ആലോചിച്ച സാജിദ്. അല്ല അതിനല്ലേ അലിബായ്, ഞാൻ വളരെ സിമ്പിൾ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഏതാണ് ഇപ്പം ആഡ്ലി രാത്രി എവിടെ പോയിരിക്കുന്നു, ഏതാ ഇല്ലെങ്കിൽ ആഡ്ലി ഇവിടെ, അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഇമോഷൻസ് ആണ്. ഞാൻ വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് കേട്ടിട്ട് എൻ്റെ ചങ്ക് തകർന്നു ഒരു ദിവസം. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മദർ രാത്രി മോട്ടിട്ട ഭയങ്കരമായിട്ട് എത്ര ഉറക്കത്തിലായാലും പുള്ളിക്കാരി എന്ത് ചെയ്യും, എഴുന്നേക്കും. മനസ്സിലായേ? അപ്പോൾ പുള്ളി എൻ്റെ പറയാ ഒരു ദിവസം മദർ മരണപ്പെട്ടപ്പം ഞാൻ കൊതി വിളിച്ചു നോക്കി. ഞാൻ കുറച്ചു നേരം പോയി മോട്ടർ ഓൺ ആക്കി നോക്കിയിരുന്നു. ഇതൊരു സാധാരണ മനുഷ്യന്റെ തോട്ട് അല്ലല്ലോ, ഇതൊരു ടോട്ടലി. അത് വേറൊന്നല്ലേ, മമ്മിക്ക് എപ്പോഴും ക്യാൻസർ ലാസ്റ്റ് മമ്മിക്ക് മരിക്കണം എന്നുള്ളൊരു ടെൻഡൻസി കൂടി. മമ്മി മരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ച് മോൾട്ട് മോട്ടർ ഓൺ ചെയ്തു. അപ്പൊ കറക്റ്റ് മമ്മിയുടെ മറ്റേ കിടക്കണേന്റെ അവിടെ വെള്ളം വീഴുമ്പോൾ മമ്മി നോർമലോ ആരാളാ മോട്ടർ ഓൺ ചെയ്തെന്ന് ചോദിക്കും. അപ്പൊ മമ്മീനെ പിരിച്ച് ഞാൻ ഒരു മാസം കൂടി ജീവിപ്പിക്കും. അങ്ങനെ ഇടയ്ക്ക് മോട്ടർ ഓൺ ചെയ്താണ് ജീവിപ്പിച്ചോണ്ടിരുന്നത്. അപ്പൊ ലാസ്റ്റ് മമ്മി മരിച്ചപ്പോ പെട്ടെന്ന് ഒരു ഇനി എങ്ങാന്ന് പറഞ്ഞ് ഞാനത് മോട്ടർ ഓൺ ചെയ്ത് നോക്കിയാണ് പറയണത്. അല്ല, ഞാൻ പറഞ്ഞത് ഇത് അദ്ദേഹത്തിന്റെ ഇതുപോലുള്ള അദ്ദേഹത്തിന്റെ ഈ പറയുന്ന നിങ്ങൾക്കാണെങ്കിൽ വട്ടം എന്ന് പറയാം, ഇല്ലെങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ ലൈഫും സിനിമയും എല്ലാം. മനസ്സിലായില്ലേ? അത് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് അത് കാണുന്നവർ കാണട്ടെ. അതെ, അതായത് നമ്മള് മാക്സിമം കോമൺ ഓഡിയൻസിന് പറ്റുന്ന പാക്കേജിങ്. ഇപ്പൊ ഹോം ലിമിറ്റ്സ് ഒരു കോമൺ ഓഡിയൻസ് ഫിലിം എല്ലാവർക്കും കണക്ട് ആവുന്ന ഭയങ്കര സാധാരണ ആൾക്കാർക്ക് ഇപ്പോഴും ഒരു തമാശകൾ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം ആ കോമൺ ഓഡിയൻ പെർസ്പെക്റ്റീവിലാണ് ഇത് പറഞ്ഞേക്കണേ. ഒട്ടും ഒരു ഇന്റലക്ച്വൽ പെർസ്പെക്റ്റീവിലല്ല ഈ സിനിമ പറഞ്ഞേക്കണേ. അതുകൊണ്ട് വളരെ സാധാരണ ആൾക്കാർക്ക് വരെ കിട്ടുന്ന രീതിയിൽ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വരെ ഇഷ്ടപ്പെടും. സർട്ടിഫിക്കറ്റ് കിട്ടിയത് നമ്മൾ ഇവരിത് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അവർ അതിനകത്ത് സർട്ടിഫിക്കറ്റ് തരേണ്ട ഒരു സീക്വൻസ് പോലും ഇല്ല, ഒരു സിംഗിൾ സീക്വൻസ് ഇല്ല. പക്ഷെ നമുക്ക് കൂടുതൽ ഫൈറ്റ് ചെയ്യാം വിത്തൗട്ട് കട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഓക്കെ, ഇവിടെ കുറേ ദിവസം നടത്തിച്ചതല്ലേ, അപ്പോൾ കിട്ടണത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നും മിണ്ടാതേക്കും എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ പറഞ്ഞ പക്ഷേ ഭയങ്കര സാധാരണ കുട്ടികൾക്ക് ഉൾപ്പെടെ ഇപ്പം എൻ്റെ കസിൻസിൻ്റെ ഫ്രണ്ട്സിൻ്റെ കുട്ടികൾ കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എന്നുവെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉൾപ്പെടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അത് ക്രിസ്ത്യൻസിന് മാത്രമല്ല കേട്ടോ, എല്ലാ ആൾക്കാർക്കും കണക്ട് ആവുന്ന. മമ്മി ജീവിച്ചിരുന്നുണ്ടായിരുന്നെങ്കിൽ ഈ സിനിമയെ കുറിച്ച് മമ്മി എന്ത് പറയുമായിരുന്നു? അത് മമ്മിക്ക് അങ്ങനെ, മമ്മി ബേസിക്കലി എൻ്റെ മമ്മീനെ കുറിച്ച്, മമ്മി അങ്ങനെ സിനിമ കാണുന്ന ഒരാളല്ല. എൻ്റെ മമ്മി അങ്ങനെ ഒരു മൂവി ബഫല്ല, സിനിമ കാണുന്നത് കൂടിയില്ല. അപ്പം മമ്മിയെ സമയത്തോളം വേറൊരു മമ്മി അങ്ങനെ ഒരു പത്രം പോലും വായിക്കത്തില്ല, അങ്ങനെയുള്ള ഒരാളാണ് ആയിരുന്നു. അപ്പോൾ മമ്മിയെ സംബന്ധിച്ചിടത്തോളം മമ്മിക്ക് ചിലപ്പോൾ മമ്മിക്ക് പക്ഷേ റിലീജിയസ് ഈ ക്രിസ്ത്യൻ ബിലീഫ് ഉണ്ടായിരുന്നു കുറച്ച്. അവിടെ നിന്നാണ് എനിക്ക് ഈ ക്രൈസ്റ്റ് സ്റ്റഡി കുറച്ച് കൂടുതൽ പഠിക്കണം എന്ന് തോന്നിയതും. എനിക്ക് ഇതിനകത്തോട്ട് കുറച്ചും കൂടി ഈ സീരിയസ് ആയിട്ട് പോകണം എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് സിസ്റ്റം മൊത്തം ശരിയല്ലോ, ഒരു പടം ചെയ്തോളെ അങ്ങനെ തോന്നി ചെയ്തതും അങ്ങനെയാണ്. മമ്മിയെ മോട്ടറിട്ട് കുറേ നാൾ ജീവിപ്പിച്ചു. അതെ അതെ, മരണത്തിന് ശേഷം മമ്മി ഉണ്ടെന്നുള്ളൊരു ഇത് മോട്ടറിട്ട് ഇപ്പൊ അതൊരു സീരിയസ് മാറ്റാട്ടോ. എനിക്ക് ഭയങ്കര ഒരു ഫീൽ ചെയ്തു കേട്ടോ. നമുക്കൊക്കെ പേരൻസ് ഉള്ള മരിച്ചു പോയിട്ട് പെട്ടെന്നൊരു ഫീൽ ചെയ്ത സാധനമാണ്. ഇപ്പോഴും മമ്മിയെ കാണാറുണ്ട് അല്ലേ? മമ്മീനെ ബേസിക്കലി ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാല് മമ്മിയുടെ ആ ഒരു ഇത് നമുക്ക് ആ ക്രിസ്ത്യൻ ക്രൈസ്റ്റ് റിലേറ്റഡ് കാര്യങ്ങൾ പറഞ്ഞു തന്നത് അവിടെ നിന്നാണ്. അപ്പം അങ്ങനെ പറഞ്ഞു തന്നപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ഇഷ്ടമായിരുന്നു മമ്മിക്ക്. അപ്പോൾ ആ പഠിത്തം എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഓക്കെ, ഇത് ഒരു രസമുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഈ സിസ്റ്റത്തെക്കുറിച്ച് നോക്കിയപ്പോഴേക്കും ഇതിനകത്തുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരു മീഡിയത്തിലും പറഞ്ഞിട്ടില്ല, അപ്പോൾ പറയുന്നില്ല. അപ്പോൾ ചെന്നാൽ ഒന്ന് ഒരു പടം ഇതിനെപ്പറ്റി ഒന്ന് ചെയ്താലോ, ആ ഐഡിയ എന്നാണ് എനിക്കിത് കിട്ടിയത്. ആക്ച്വലി മമ്മി ഒരു വലിയ ഇൻഫ്ലുവൻസ് ആണ് ഈ പടത്തിന്. അല്ലേ? അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. ഞാൻ ഉദ്ദേശിച്ചത് അന്നത്തെ കാലത്ത് ഒരു ഡിഫറെന്റ് ആയിട്ടൊരു ഐഡിയ കൊണ്ടുവരാണല്ലോ ക്രൈസ്റ്റ്. അത് ആൾക്കാരുടെ നോട്ടത്തിൽ അന്നത്തെ ആൾക്കാർ മണ്ടത്തരമായിരുന്നു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഫൂളിഷ്നെസ് എന്ന് പറയാൻ പറ്റില്ല. അതായത് മറ്റുള്ളവരുടെ നോട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു എലമെന്റിന് വേണ്ടിയല്ലേ, പഞ്ചിന് വേണ്ടിയല്ലേ, അതല്ല മണ്ടത്തരത്തിലല്ല. അല്ലല്ല, അത് കുഴപ്പമില്ല. അതായത് മണ്ടത്തരം എന്നുള്ളതല്ല അതിന്. ആക്ച്വലി നമ്മളതിനെ ഒരു സൊസൈറ്റിയിൽ ഒരാളൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ഐഡിയ പറയുമ്പോൾ ആൾക്കാർക്ക് പൊട്ടത്തരമാണെന്ന് ആദ്യം തോന്നുള്ളൂ. അതുകൊണ്ടാണല്ലോ ഒരാളെ നമ്മൾ കൊല്ലുന്ന എന്തിനാ?
ഒരു മൊത്തത്തിൽ ഇയാൾ പറയണത് ശരിയല്ലെന്ന് തോന്നുന്നിടത്താണ്. മണ്ടത്തരം എന്നുള്ള വാക്ക് ഭയങ്കര ചെറുതായിപ്പോയി. അതിലും വലുതാ. അതിൽ മണ്ടത്തരം എന്നുള്ള ആ ഐഡിയ, മണ്ടത്തരം ഐഡിയ അല്ലത് ആക്ച്വലി. ബേസിക്കലി അത് അന്നത്തെ സൊസൈറ്റിക്കെതിരെ അതുവരെ കേൾക്കാത്ത ഒരു കാര്യം പറയുന്നത് എല്ലാ സാധനങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന വെച്ചാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പം അത് എന്താണെന്ന് പറഞ്ഞതെന്ന് നമ്മളിപ്പം 2000 വർഷം മുമ്പ് നടന്നൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പം വായിക്കുമ്പോൾ നമുക്ക് ഓക്കെ, അന്നത്തെ സിസ്റ്റം അങ്ങനെയായിരുന്നു, നമുക്കറിയില്ല. നമുക്ക് അതിൻ്റെ സിസ്റ്റത്തിനെ കുറിച്ച് അറിയാമെങ്കിലും ഇത് ഇപ്പം നടന്നാൽ എന്താണ് നമുക്ക് അത് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ അന്നത്തെ കാലത്ത് വന്നിരുന്നതും. അപ്പോൾ നമ്മളിപ്പം ജ്യൂസ് പുള്ളിനെ ക്രൂസിഫൈ ചെയ്തു. ഇന്നാണെങ്കിൽ എന്തായിരിക്കും ജ്യൂസ് എന്ന് പറയുന്ന സിസ്റ്റം? അത് ജ്യൂസ് ആയിരിക്കില്ലല്ലോ. ഇന്ന് വരികയാണെങ്കിൽ വേറൊരു സിസ്റ്റം ആയിരിക്കുമല്ലോ. അപ്പം ക്രൈസ്റ്റ് മണ്ടത്തുന്നിരുന്നല്ല, അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അയാളൊരു പുള്ളി പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അയാൾ പറഞ്ഞത് പൊട്ടത്തരമെന്ന് തന്നെ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സിസ്റ്റത്തിന് ശരിയല്ല, അയാൾക്ക് കുറേ പേര് പോകുന്നു, അയാൾ പറഞ്ഞത് ഭയങ്കര ഇതാണ് ഇത് പറയുന്നതുകൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ വേറെ രീതിയിൽ പറയാൻ വേണ്ടി ട്രൈ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങ് കുരിശിൽ തറച്ചു കൊന്നു, ഇന്നാണെങ്കിൽ എങ്ങനെ കൊല്ലുമായിരുന്നു? അതാണ് സിനിമ. അപ്പം അങ്ങനെ കൊല്ലുന്നുണ്ട് ഇതിനകത്ത്. പടം കാണുക എന്നുള്ളതാണ്. പുള്ളി ഉയർത്തെഴുന്നേൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പടം. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? പുള്ളി നേരത്തെ ഓഫ് കോഴ്സ് 100%. അത് അതിനെക്കുറിച്ചുള്ള ഐഡിയ ആണ് സിനിമ. ഈ സിനിമ കഴിഞ്ഞിട്ട് ആൻ്റപ്പൻ ഉയർത്തെഴുന്നേൽക്കുന്ന അതൊന്നും നോക്കാം. പക്ഷെ എനിക്ക് ഇത്തരം കാണുന്നതിൽ ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഏത് രീതിക്കായിരിക്കും ചർച്ച എനിക്കല്ലേ എനിക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ച ഐഡിയ ആൾക്കാരിലേക്ക് എത്തുക എന്ന് മാത്രമേ എനിക്ക് ഉള്ളൂ. പറയാൻ സബ്ജക്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് വിജയമാണെന്ന് പറയാം. പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. താങ്ക് യു. മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ബ്രോ. ഒത്തിരി സന്തോഷം. ഞാൻ ഈ സിനിമ എനിക്ക് നാളെ കാണാൻ പറ്റിയ അത്രയും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇന്ന് കാണാൻ പറ്റി, ഇന്ന് കാണുന്ന ആഗ്രഹം ചേർത്തു. നമ്മളെല്ലാം എല്ലാവർക്കും ഓരോ വിശ്വാസമുണ്ട്. വിശ്വാസത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ പല ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യത്തിന്റെ മുന്നിലായിരിക്കും ഈ സിനിമ നമ്മൾ വെക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മറന്നുപോകേണ്ട, ജൂലൈ 17 ആദ്യം തന്നെ ഒന്ന് ടിക്കറ്റ് എടുത്ത സിനിമയാണ്. അഭിപ്രായം പറയുക. വീട്ടിൽ നിന്ന് പേരൻസും കുട്ടികളുമായിട്ട് വരാം. കാരണം സർട്ടിഫിക്കറ്റ് അതിനുള്ളതല്ല, കുറെ കട്ടിങ് വേണമായിരുന്നു ഡയലോഗുകൾ. അത് കട്ട് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഉറപ്പില്ല. സാജിദെ നോക്കിയും കണ്ട് ഇറങ്ങി ഈ താടിയൊക്കെ വടിച്ചിട്ട് വന്നായിരിക്കും നല്ലതെന്ന് എന്നാണ്. താടിയും മുടിയൊക്കെ കുറിച്ച് വെട്ടിയിട്ട് വരുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഷോയ്ക്ക് കാണണേ. ആൻ്റപ്പുറം മാത്രം ഇട്ട് കൊടുക്കല്ലേ. ഞാൻ വരും, ഞാൻ താടി വെച്ചേക്കണം. അതുകൊണ്ടൊന്നുമില്ല, ഞാൻ ഒരു രസത്തിന് വെച്ചാ ചേഞ്ച് ചെയ്തു. അതിന് താടിയില്ല, ഇത് ചേഞ്ച് ചെയ്ത് വരാൻ വേണ്ടി. സത്യം പറഞ്ഞ നമ്മുടെ അടുത്ത പരിപാടിക്ക് വേണ്ടി നമ്മൾ ഞാൻ നേരത്തെ വെച്ചാ. അടുത്ത പരിപാടിക്ക് വേണ്ടി വെച്ചേക്കണം, അടുത്ത പടത്തിന് വേണ്ടി വെച്ചേക്കണം. പടത്തിന് വേണ്ടി. അപ്പൊ നമുക്ക് കാണാം. തീർച്ചയായും. താങ്ക് യു.